പിന്നെ ചെലവിനും രോഗികൾക്കും വീട് വെക്കാനും ചിലവർക്ക് ഒഴിവാക്കുന്ന ഒരു വ്യക്തിയാണ് ഈ നിൽക്കുന്ന നസീർ സ്പീക്കർ. അദ്ദേഹത്തെ പറ്റി ഞാൻ പറഞ്ഞിട്ടുന്നില്ല. ഉസ്താദുണ്ട്, പിന്നെ നമ്മുടെ സുഹൃത്ത് സമതുമായി ഇല്ലാതൊക്കെ പറയും. അദ്ദേഹത്തെ ഇവിടെ ഒളിച്ചിരിക്കുന്നുണ്ട് ഒരു മനുഷ്യൻ. അതൊക്കെ പിന്നെ വേണ്ട പറയാം. ഓക്കെ, അതുകൊണ്ട് അദ്ദേഹം മേഡത്തിനെ ഞാൻ സ്വാഗതം ചെയ്യുന്നതൊക്കെ നമ്മുടെ കാര്യക്ഷേത്രത്തിൻ്റെ ഈ യോഗത്തിൽ പിന്നെ MC കുറിച്ചതാണ് നമ്മുടെ നാട്ടുകാർക്കറിയാണെങ്കിലും നമ്മുടെ സുഹൃത്ത് മട്ടേരിയിൽ വന്നവർക്ക് അറിയും. കാരണം ഞാൻ ആദ്യം സാറെ പേടിച്ചിട്ട്, കാരണം ഭയങ്കര ലെവലിലായിരുന്നു. ഒരു പോലീസ് ഉദ്യോഗസ്ഥനായിരുന്നു, നമ്മുടെ നാട്ടുകാരാണ്. എനിക്ക് പേടിയായിരുന്നു അദ്ദേഹം. പിന്നെ പരിചയപ്പെട്ട ഒരു ദിവസം പരിചയപ്പെട്ടില്ല, ഞാൻ പെട്രോൾ പമ്പ് എണ്ണ അടിച്ചു കൊടുക്കും. 2 കുട്ടികൾ, ഒരു 3-4 ആളെ കൊണ്ടുവന്നു. കാട്ടുമഴ, നീ ഒരു 3-4 ആൾക്ക് പണി കൊടുത്തേ. എൻ്റെ വണ്ടിയിലൊക്കെ കയറ്റി തന്നു. അപ്പോൾ എന്നെ അറിയാം, എൻ്റെ കുടുംബം അറിയാം. അതുകൊണ്ടെല്ലാം കൊണ്ട് അദ്ദേഹം വിളിച്ചിട്ട് അങ്ങനെയാണ് തുടക്കം. കാരണം ഒരു ജോലിക്ക് വേണ്ടിയിട്ട്, കാരണം മൂപ്പ് ട്രെയിൻ ചെയ്യുന്ന കുട്ടികൾക്ക് ഭക്ഷണത്തിന് സ്വയം കണ്ടെത്താൻ വേണ്ടിയിട്ട് ഇതെടുക്കുകയാണ്. കാരണം 500ഓളം ആൾക്കാരെ പോലീസിലും അതുപോലെ തന്നെ മിലിറ്ററിയിലും ഫയർഫോഴ്സിലും കയറ്റി അതിൻ്റെ വഴിയൊരുക്കിയ ഒരു മനുഷ്യന് 1 രൂപ അവരെടുത്ത് പ്രതിഫലം വാങ്ങാതെ. നിങ്ങൾ ചിന്തിക്കേണ്ട എന്താണെന്ന് വെച്ചാൽ 500 ആളുകൾ വന്നാൽ ഒരു കുടുംബത്തിൽ 5 പേരെങ്കിലും ആ ഭക്ഷണം കഴിക്കുന്നതാണ് അവരുടെ ശമ്പളം. ആ ഉദ്യോഗസ്ഥന് ശമ്പളം കിട്ടിയാൽ 5 പേരെങ്കിലും ചുരുങ്ങിയത് ഭക്ഷണം കഴിക്കുന്നുണ്ടാവും. ഈ 5 കൂട്ടിയാൽ 500 25,000 പിന്നെ 25,000 ആൾക്കാരുടെ പ്രാർത്ഥന അദ്ദേഹത്തിനുണ്ടാവും. അതാണ് അദ്ദേഹത്തിന്റെ കഴിവ്. ഒരു വർഷം എത്ര ഉറുപ്പിക സ്വന്തം കൈവന്ന് ചെലവാക്കുന്നുണ്ടെന്ന് അറിയോ നിങ്ങൾ? പിന്നെ ഇവിടുത്തെ പോലീസ് ഓഫീസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തൊക്കെ അവാർഡ് കിട്ടിയിട്ടുണ്ടെന്നുള്ള അറിയോ നിങ്ങൾ? അത് ഞാൻ ഇവിടെ എണ്ണപ്പെടുന്നില്ല, കാരണം മറ്റുള്ള ആൾക്കാർ പറയാനുണ്ട്. എവിടെയൊക്കെ കലാപം ഉണ്ടാവുമോ അവിടെയൊക്കെ അടിച്ചമർത്താൻ പുള്ളിയ അതിനെ നിയന്ത്രിക്കാൻ ബാംഗ്ലൂർ വരെ ഇവിടുന്ന് പോകാൻ പുള്ളിയുടെ നേതൃത്വത്തിൻ്റെ ആൾക്കാരാണ്. ഇവിടെ ഇതായാലും ഞാൻ ഒരു ചുരുങ്ങിയൊരു ഉദാഹരണം പറയും. ഞാൻ പുള്ളിയുടെ അടുത്ത് സാധാരണ മൈതാനത്ത് പോകും. എന്നിട്ട് കാണാൻ പോയ ഇവിടെ കാണാൻ പോയെന്ന് ഒരു കുട്ടിയുടെ അവിടെ വിളിച്ചിട്ട് പറയാം, ഒരു 200 രൂപയുടെ പണിയുണ്ട്, 10 ലട്ടി എടുത്തിട്ട് അപ്പോൾ മാറ്റി വെക്കണം, നിങ്ങൾക്ക് പറ്റുമോ? ആ കുട്ടികൾ അത് അന്ന് വീട്ടിലേക്ക് പറഞ്ഞു. അപ്പോൾ ഞാൻ ചോദിച്ചാൽ അതെന്താ സാറേ? എൻ്റെ വീട്ടിലെടുക്കുന്ന പണിക്ക് വരെ ഞാൻ പൈസ കൊടുത്തിട്ട് അത് ചെയ്യും. രാവിലെ 4 മണിക്ക് വന്നിട്ട് ഇവിടെ നിങ്ങളുടെ എൻ്റെ വീടിൻ്റെ അടുത്തുള്ള മൈതാനം ജോർജ് സ്റ്റേഡിയത്തിൽ പിന്നെ 8 മണി വരെ, വൈകുന്നേരം 4 മണി വന്നിട്ട് പിന്നീട് പറയണ്ട കുട്ടി എത്ര മണിക്കാണ് പോകുന്നതെന്ന് അറിയില്ല. 1 രൂപ ഓടിക്കാത്ത നമ്മുടെ നാട്ടിന് അഭിമാനമാണ്. അദ്ദേഹത്തെ ഈ ഇതിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ പേരവര് കുറേ കാലമായി വന്ന് ഇവിടെ തന്നെ സെറ്റിലായി. കാരണം ഒരാൾക്ക് സേവനം കുറയില്ലെങ്കിൽ ഒട്ടന്നെ പോകും. ഒരു ഗവൺമെൻറ് തുകയാണ്. അന്നേരം നിങ്ങൾ ചിന്തിച്ചുകൊണ്ടാണ് പുള്ളിയുടെ സേവനം ഇത്രയുണ്ടെന്ന് ഇന്നും ഫാമിലി കൂടെ പേരാറുള്ളത്. എന്നാലും ചോദിക്കുന്നു, നീ എന്താണ് ഇതിൽ കണ്ടത്? എൻ്റെ മകന് MBBSയിൽ ഇവിടെ ഒരു 3 സ്ഥലങ്ങളിൽ അഡ്മിഷന് വേണ്ടിയിട്ട് നീറ്റ് എഴുതിയപ്പോൾ കിട്ടി.
അലിഗഡിൽ, കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ, മദ്രാസിൽ, ഇവിടെയൊക്കെ കിട്ടിയപ്പോൾ ഞാനിങ്ങനെ ചിന്തിച്ച് എവിടെയായിരുന്നു പുള്ളി എന്നെ കാണാൻ അലിയൊന്നും വരാൻ പാടാന്ന് പറയും. അദ്ദേഹം എന്നെ വിളിച്ച് ഞാൻ ചെന്നു പുള്ളിയുടെ എന്താ എനിക്ക് FMC ഇങ്ങനെയൊക്കെ കിട്ടിയെന്ന് പറഞ്ഞാൽ എവിടെയായിരുന്നു ഞാൻ പറഞ്ഞു എനിക്കറിയില്ല സാറെന്ന് പറയുന്നു. കാരണം കാട്ടുമണത്തിൻ്റെ പേരറിയില്ലെങ്കിൽ കോഴിക്കോട് അല്ലെങ്കിൽ FMCയിലായിരുന്നു. ഞാൻ ചോദിച്ചാവുന്നുണ്ട് സാർ ഇങ്ങനെ പറഞ്ഞത്. അപ്പോൾ പറഞ്ഞു ഒരു ഡോക്ടറാണെങ്കിൽ FMCയിൽ തന്നെ പഠിക്കും. നമ്മൾ കോഴിക്കോട് നമ്മൾ പഠിക്കുന്നുണ്ടെങ്കിൽ ഇന്ത്യയിലെ ഏറ്റവും വലിയ മെഡിക്കൽ കോളേജാണ്. അതുകൊണ്ട് നീ അയക്കുന്നു. ഞാൻ സ്വീകരിച്ചു. ഇതുവരെ ആഗ്രഹിച്ചിട്ട് ഇന്ന് ഇന്ത്യൻ്റെ മിലിറ്ററിയിൽ സേവനം അനുഷ്ഠിച്ചിട്ട് കഴിയുന്നു. അതുപോലെ തന്നെ ഒരു ദിവസം അദ്ദേഹം എല്ലാ ഉപദേശങ്ങളും ഞാൻ പറയുന്നില്ല. ഇദ്ദേഹം നല്ല വ്യക്തികളെ പറ്റി അധികം അറിയുന്നത് ശരിയില്ല. അദ്ദേഹത്തെ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്തു. പിന്നെ രഞ്ജിത്ത് മാത്യു ഒരു ഓട്ടക്കാരനായിട്ടാണ് നിങ്ങൾ കാണുന്നത്. ഇവിടുന്ന് സംസ്ഥാനത്തു നിന്നും ദുബൈയിലും എല്ലാം പോയി മെഡൽ മേടിച്ച ഒരു ഓട്ടക്കാരനാണ്. പുള്ളിയുടെ അടുത്തുള്ള ഒരു ചാരിറ്റിയുടെ ഒരു മനസ്സുണ്ടെന്ന് നിങ്ങൾക്കാർക്കും പറയും. ഞാൻ അനുഭവിച്ചതാണ്. ആ പുള്ളി ഒരു വെൽഡറും കൂടിയാണ്. ഒരു 10-50 ആളെ ജോലി കൊടുത്ത് ബിൽഡിംഗ് എടുക്കുന്ന ഒരു ജോലിയാണ് പുള്ളിയുടെ. എൻ്റെ സുഹൃത്താണ്. ഞാൻ സുഹൃത്ത് ആയത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഞാനൊരു ചാരിറ്റി ചെയ്യുന്ന ഒരു വീടെടുത്തുകൊണ്ടിരുന്നു. ഒരു മേസിനി വളരെ കഷ്ടപ്പെടുത്തിയിരുന്നു. അന്നേരം അവനോട് പറഞ്ഞപ്പോൾ അവനത് ഫിനിഷ് ചെയ്തതാണ് കുറച്ച്. പിന്നീട് ഒരു വിധവർക്ക് വീടെടുക്കുക നോക്കുന്നുണ്ട്. നിങ്ങളിലേക്ക് അദ്ദേഹം ഓടുന്ന ആളാണെന്നുള്ളതാണ്. വിധവർക്ക് വീട് പോകുന്ന അതെന്താണെങ്കിൽ നമ്മൾ ഞാൻ ചെയ്തത്. പുള്ളി ഉസ്താദ് സന്ദർശിച്ചിട്ടുണ്ടാവില്ല. വീട് വെച്ച് തന്നു. വെച്ച് തരുമ്പോൾ ഒരു രംഗം നടന്നു. ഈ വീട്ടുകാര്യത്തിൽ ഒരു വിധവയാണ്. ഇത് മെയിൻ പാർപ്പിൻ്റെ അന്ന് കുറച്ച് പത്തൊക്കെ എടുത്തുകൊണ്ടാണ് അവിടെ മുടിക്കുക. ഈ എന്നോട് കയറി വന്നിട്ട് പറഞ്ഞു ഇതാരൊക്കെ കൊണ്ടുവന്നത്. ഞാൻ നിന്നോട് ആരെടുക്കാൻ പറഞ്ഞോ? ഒരു വീടെടുക്കുന്ന സ്ത്രീയാണ്. ഈ ഭക്ഷണം തന്നെ അന്ന് ഭക്ഷണമുണ്ട്, അത് ഞാൻ കൊടുക്കുന്നുണ്ട്. ഞാൻ ഒന്നും തരൂല്ല. കോണ്ടാക്ട് പൈസ കൊടുത്തിട്ടുള്ള കോണ്ടാക്ട് പുള്ളിയെ സെക്രട്ടറി തരുന്നില്ല കേട്ടോ. ഉണ്ട്. അപ്പോൾ കോണ്ടാക്ട് പുള്ളി എന്ന് കഴിഞ്ഞിട്ട് ഇതെന്തിന് അദ്ദേഹത്തെ ഈ വേദിയിൽ ക്ഷണിക്കുന്നു. പിന്നെ അബ്ദുൽ സമദ് ഈ ഗ്രൂപ്പിൻ്റെ ചെലവ് മൂപ്പർ സ്വന്തമായിട്ടൊരു ചാരിറ്റി ഗ്രൂപ്പ് അത് ഞാനുണ്ട്, എൻ്റെ എന്നുണ്ട്. പക്ഷെ ഒരു ഗ്രൂപ്പെ വാങ്ങിക്കാതെ ഒരാളോടും സ്വന്തം ചാരിറ്റി ആരും കണ്ടോ സ്റ്റേജിൽ വന്നിട്ട് കയറാം. പുള്ളി അവിടെ 3 നീക്കുക. ഒരു 3-4 ഇതിൻ്റെ ഇന്ത്യയാണ് ഓണറാണ്. അതൊരു പിന്നെ ബാക്കി ഇങ്ങനെ ചിന്തിക്കും. പുള്ളിയുടെ ഞാനായിട്ട് ബന്ധപ്പെടുന്നോ എൻ്റെ പേരെടുത്തിട്ട് ദിവസമാണ് എന്നെ വിളിച്ചിട്ട് പറയുന്നത്. എൻ്റെ പേര് ഞാനവിടെ ചെന്ന് എനിക്കും തന്നത് ഇതുപോലൊരു ഹോബി. അന്ന് അങ്ങനെയുള്ള ബന്ധമാണ്. പക്ഷേ എൻ്റെ എല്ലാ ഉദ്ഘാടനത്തിനും മൂപ്പറാണ് മോട്ടിവേഷൻ ക്ലാസ് എടുക്കാൻ വരുന്നത്. പിന്നെ എൻ്റെ ഗ്രൂപ്പിൽ ഇന്ന് പല ആൾക്കാരും ഗ്രൂപ്പിലൊരു പ്രശ്നം നടന്നപ്പോൾ 4 കോൾ എനിക്ക് ചെയ്തു. ചാരിറ്റി എന്ന് പറഞ്ഞാൽ എല്ലാവരും വിചാരിക്കും അങ്ങോട്ട്
പൈസ കൊടുത്ത് ചെയ്യലാണ്. അത് മാത്രമല്ല, ഒരു മനുഷ്യന് വലിയ മനുഷ്യന് സമാധാനിപ്പിക്കുക, അവരെ തലവിടുക. 4 കൂടുതൽ അരിയെ നീ പിടിക്കണ്ട, നീ ഓടിയിരുന്നു, നമ്മളൊക്കെ ഇല്ലേ ഇന്നേ പോലെ ചെയ്യും. ആ ഒരു വാക്കിന് വേണ്ടിയിട്ടാണ് ഞാൻ മറക്കാൻ. കാരണം നമുക്ക് പൈസയല്ല. അദ്ദേഹത്തെ ഈ സ്റ്റേജിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യും. അദ്ദേഹം ഉണ്ടാവും. ഞാനൊരു ഭിന്നശേഷി സംഘം പരിചയപ്പെട്ട കളവന എന്നല്ല. ഒരു ദിവസം ഞാനൊരു വണ്ടി എൻ്റെ ജീവിതത്തിൽ വേണ്ട എനിക്ക് അതുള്ള വ്യക്തി ഞാൻ വാങ്ങിച്ചോളാൻ പറഞ്ഞൊരു വ്യക്തി ഒരു പൈസ കൊടുത്തിട്ട് വലിയൊരാളെന്നല്ല മുമ്പ് ഇപ്പം കുറച്ച് അലഹദില്ല പ്രവർത്തനം കൊണ്ട് അങ്ങ് കയറി ഒരു ആംബുലൻസ് പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയാണ്. ഇപ്പൊ കല്യാണം നടത്തി മക്കളെ എന്താ ചെയ്തി കണ്ടതെന്ന് വെച്ചാൽ എനിക്ക് എത്താൻ പറ്റില്ല. അന്ന് ഇവിടുത്തെ ഭയങ്കര വേണ്ടാളം കിട്ടോ വാഹനം എല്ലാം മറിഞ്ഞു വരുന്ന ദിവസം അന്ന് അതിൻ്റെ ഉള്ളിൽ ഞാൻ മൂത്താൻ വിളിക്കുന്നതിന് എൻ്റെ ഭാര്യ തിരിച്ചു വിളിച്ചിട്ട് ആ തിരിച്ചു വന്നൊരു വ്യക്തിയുടെ മകളുടെ കല്യാണം ഞാൻ നടത്തുകയാണ്. ബ്ലൈൻഡ് വീൽ ചെയറുള്ള ഒരാൾക്ക് അവർക്കൊക്കെ രാവിലെ 9 അല്ല 8 മണി മുതൽ 12 മണി വരെ അവർക്കായിരുന്നു ആ കല്യാണം. പിന്നെയാണ് വേറെ ആൾക്ക് മാറ്റി വെച്ചത്. ഇവിടെ കണ്ണൂരൊക്കെ വരുന്നത് കുറേ ബ്ലൈൻഡിനെ കൊണ്ട് കണ്ണൂരൊക്കെ വരുന്നത്. ഞാൻ ചോദിച്ചു നീ എന്താണ് ആ കടപ്പുറത്തുനിന്ന് അവർക്ക് കാണുള്ളൂ. എനിക്ക് പിന്നെ എവിടെ എത്തി എല്ലാവർക്കും എൻ്റെ തോമസ് ഏട്ടന് ഇനിയൊരു നാസ് വരാറുണ്ട്. അദ്ദേഹം ഇവിടെ വന്ന മീഡിയ എല്ലാവർക്കും ഐവിഷനും എല്ലാവർക്കും എൻ്റെ നന്ദി രേഖപ്പെടുത്തുന്നു. സ്വാഗതം ചെയ്യുന്നു. അധ്യക്ഷൻ നമ്മുടെ പേരാവൂർ ഗ്രാമപഞ്ചായത്തിൻ്റെ മെമ്പർ ശ്രീ നൂറുദ്ദീൻ, വേദിയിലിരിക്കുന്ന ഗ്രാമപഞ്ചായത്ത് എല്ലാവരും ഈ പരിപാടി പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന ഇപ്പോൾ ഒരുപാട് പ്രസംഗം എന്നതിൽ കൂടുതൽ പറയണമെന്ന് ഞാൻ ഉദ്ദേശിക്കുന്നു. ഇതിൻ്റെ ചെയർമാൻ അലീക്ക സംസാരിക്കാൻ തുടങ്ങുന്നതെന്ന് പറഞ്ഞു. ദീർഘമായ ഒരു പ്രസംഗമില്ല എങ്കിലും അതുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും ഒരു സ്വാഗത പ്രസംഗത്തിലൂടെ അദ്ദേഹം ഇവിടെ വിശദീകരിച്ചിട്ടുണ്ട് എന്നാണ് ഞാൻ കരുതുന്നത്. അപ്പോൾ തീർച്ചയായും
ചാരിറ്റി കേന്ദ്രം എന്നതിൽ നൂറുകണക്കിന് അശരണരായ ആളുകളെ ചേർത്ത് നിർത്തുന്നതിനോട് നേരത്തെ ഓടി പറഞ്ഞതുപോലെ വർഷങ്ങളായി ഇവിടെ പ്രവർത്തിച്ചു വരികയാണ്. ജോണിച്ചേട്ടനും അതിനുശേഷം അദ്ദേഹത്തിന് മകൾ നിർമ്മതി ഉൾപ്പെടെ ഇതിൻ്റെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. തീർച്ചയായും നമുക്കറിയാം, നമ്മുടെ തൻ്റേതല്ലാത്ത കുറ്റങ്ങളാണ്. എനിക്ക് ജീവിതത്തിൻ്റെ പ്രത്യേക സാഹചര്യത്തിൽ ഇവിടെ എത്തിപ്പെട്ടവരാണ് ഭൂരിഭാഗം. അവർക്കൊരു കൈത്താങ്ങാവുക എന്ന് പറയുന്നത് വളരെ പ്രയാസകരമായ പ്രതിസന്ധികൾ നിറഞ്ഞ ഘട്ടങ്ങളെല്ലാം മുറിച്ച് കടന്നുകൊണ്ട് സ്ഥാപനത്തെ മുന്നോട്ട് കൊണ്ടുപോവുക എന്ന് പറഞ്ഞാൽ വളരെ പ്രയാസമുള്ളതാണ്. തീർച്ചയായും ഈ പ്രവർത്തനങ്ങൾക്കെല്ലാം വിവിധ മേഖലകളിൽ നിന്നുള്ള സഹായവും ഇനി മേലിനങ്ങോട്ടും ഇവരെ സഹായിക്കാൻ പൊതുസമൂഹം ഉണ്ടാവണമെന്നാണ് ഇതിലൂടെ അഭ്യർത്ഥിക്കുന്നത്. തീർച്ചയായും കൂടുതൽ കാര്യങ്ങളിലേക്ക് പോകുന്നു. ഈ സ്നേഹസംഗമം സംഘടിപ്പിച്ചിട്ടുള്ള കേരള ചാരിറ്റബിൾ ട്രസ്റ്റിൻ്റെ പ്രവർത്തകരെ, പ്രത്യേകിച്ച് ഇതിൻ്റെ ചെയർമാനായിട്ട് അനിയെ ഈ ഘട്ടത്തിൽ അഭിനന്ദിക്കുകയാണ്. ഇന്ന് വൈകുന്നേരം വരെ ഇത്തരമൊരു സ്നേഹസംഗമത്തിൻ്റെ ഭാഗമായി വിവിധ പരിപാടികൾ ഇവിടെ സംഘടിപ്പിക്കപ്പെടുകയാണ്. പ്രത്യേകിച്ച് നമ്മുടെ നാട്ടിലെ കുട്ടികളുടെ അല്ലെങ്കിൽ കലാകാരന്മാരുടെ പാട്ട് ഗാനങ്ങളുടെ ഉൾപ്പെടെ ഇവിടെ സംഘടിപ്പിക്കപ്പെടുകയാണ്. തീർച്ചയായും ഈ പരിപാടിക്ക് എല്ലാവിധ ആശംസകളും അറിയിക്കുകയാണ്. അതോടൊപ്പം തന്നെ നമ്മുടെ സൗകര്യമേ പോലുള്ള പ്രമുഖർ ഇവിടെ സംസാരിക്കാനുള്ളത് എന്നുള്ളതുകൊണ്ട് അദ്ദേഹത്തിന് പോകേണ്ടതൊക്കെ എങ്കിലും അതുകൊണ്ട് കൂടുതൽ കാര്യങ്ങളിലേക്ക് ഞാൻ പോകുന്നില്ല. ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും ആശംസകൾ അറിയിച്ചുകൊണ്ട് പരിപാടി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്ത് ആരംഭിച്ചുകൊണ്ടിരിക്കുന്നു. എല്ലാവർക്കും പരിപാടിയുടെ മുഖ്യ അതിഥിയായിട്ട് ഇവിടെ എത്തിയിട്ടുള്ള നർഗീസ് സ്പീക്കറിന്റെ ജീവകാരുണ്യ പ്രവർത്തകർ കൂടിയാണ്. അവരെ ഏറെ സ്നേഹത്തോടെ ആദരപൂർവ്വം വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ശേഷം സംസാരിച്ചോളാന്ന് പറഞ്ഞിട്ടുണ്ട്. നമുക്ക് ഏറെ ബഹുമാനരായ MFAയുടെ ചെയർമാൻ MC കുട്ടിച്ചൻ സാറെ സംസാരിക്കാൻ വേണ്ടി ക്ഷണിക്കുന്നു. ഈ യോഗത്തിന്റെ അധ്യക്ഷൻ ഉദ്ഘാടനം ചെയ്ത ടി വേണുഗോപാൽ പഞ്ചായത്ത് പ്രസിഡന്റ് അവരുടെ മുഖ്യമന്ത്രിയായ നർഗീസ് ബീഗം, മോട്ടിവേഷൻ ക്ലാസ്സിന് വിളിച്ചുള്ള മുസാമ ആശംസകൾ സംസാരിച്ച ഡോക്ടർ സുധാൻ പ്രസാദ്, അതുപോലെ നമ്മുടെ സ്പോർട്സ്മാനായ രഞ്ജിത് മാർക്കുട്ടി, ജീവകാരുണ്യ പ്രവർത്തകൻ അബ്ദുൾ സമദ്, സാനുൽ ലാബിന്റെയും കൃഷ്ണ ആനന്ദ്, നന്ദി അർപ്പിച്ച് യോഗത്തിൽ സംസാരിക്കുന്ന നിർമ്മല, സന്തോഷ്, മറ്റ് വേദികളിൽ എല്ലാവർക്കും നമസ്കാരം. ഞാൻ ആദ്യമായിട്ടാണ് ഇവിടെ വരുന്നത്. ഇവിടെ പോയിട്ടുണ്ടെങ്കിലും പല കാരണത്താൽ എനിക്ക് ഇങ്ങോട്ട് വരാൻ സാധിച്ചിട്ടില്ല. ആദ്യമായി ഇങ്ങനൊരു പ്രോഗ്രാം അറേഞ്ച് ചെയ്ത് എന്നെ ഈ സ്നേഹസംഗമത്തിലേക്ക് ക്ഷണിച്ച ഈ ഗ്രൂപ്പിന് എൻ്റെ എല്ലാവിധ നന്ദിയും അറിയിക്കുകയാണ്. കെയർ ചാരിറ്റബിൾ ട്രസ്റ്റ്, പ്രത്യേകിച്ച് അരീക്കാർ ചരിത്രമൊക്കെ കുറേ പറഞ്ഞു കണ്ടുമുട്ടിയതും പരിചയപ്പെട്ടതും. അപ്പോൾ അരീക്കാനും കാട്ടുമാട് കുടുംബത്തിനും പ്രത്യേക നന്ദി അറിയിക്കുകയാണ്. പ്രത്യേകിച്ച് ഈ അവസരത്തിൽ ഞാനിവിടെ ഇരുന്നപ്പം എനിക്ക് മനസ്സിലായത് എല്ലാവരും ഹാപ്പിയാണ്, വളരെ സന്തോഷമായിട്ട് പോകുന്നു. ഇനി എങ്ങനെ കുറച്ചുകൂടി കൂടുതൽ സന്തോഷവാന്മാരാക്കി നിങ്ങളെ ഇരുത്താമെന്നാണ് ഞാൻ ചിന്തിച്ചത്. അപ്പോൾ എൻ്റെ മനസ്സിൽ തോന്നിയൊരു ഐഡിയ, ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും നമ്മുടെ ജിമ്മി ജോസ് സ്റ്റേഡിയത്തിൽ ഇവിടെ ഇരിക്കുന്ന ഈ പ്രിയ സുഹൃത്തുക്കളെ എത്തിക്കാൻ കഴിഞ്ഞാൽ കുറച്ച് റിസ്ക്കുള്ള കാര്യമാണ്. കാരണം എല്ലാവരും ആരോഗ്യ പ്രശ്നങ്ങൾ, അസുഖങ്ങളൊക്കെ ഉള്ളവരുണ്ട്. നല്ല വളണ്ടിയേഴ്സ് വരെ തന്നെ വേണ്ടി വരും. പക്ഷേ ഇവരിൽ വളരെയധികം മാറ്റങ്ങൾ ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. വണ്ടി പിടിച്ച് അവിടെ കൊണ്ടുവരണം, ഒന്ന് രണ്ട് റൗണ്ട് നടന്ന് അവരെ ഇരുത്തി അവരോട് കുറച്ച് കാര്യങ്ങളൊക്കെ ഇങ്ങനെ വെറുതെ സംസാരിച്ച് എല്ലാവരെയും കാണാൻ സംസാരിക്കാൻ അങ്ങനെ ഒരു അവസരം ഉണ്ടാകുമ്പോൾ നല്ല ശുദ്ധമായി ലഭിക്കും. വൈകുന്നേരങ്ങളിലാണ് ഉദ്ദേശിക്കുന്നത് 5 മണിക്ക് ശേഷം. അതൊക്കെ തന്നെ നല്ലൊരു ഏതൊരു മോട്ടിവേഷൻ ക്ലാസ്സിനേക്കാളും ഉചിതമായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. ഏതായാലും ഇങ്ങനെ പരിപാടി സംഘടിപ്പിച്ചതിൽ കാട്ടുമാട് കൊടുക്കുന്ന ഒരിക്കൽ കൂടി എന്നെ നന്ദി അറിയിക്കുകയാണ്. നമ്മുടെയൊക്കെ ജീവിതം നിറമുള്ളതാകുന്നത് ആരെങ്കിലുമൊക്കെ നമ്മളെ ഓർക്കാനുണ്ടാകുമ്പോഴാണ്.
അങ്ങനെ ആരെങ്കിലുമൊക്കെ ഓർക്കണമെങ്കിൽ നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യാൻ നമുക്ക് സാധ്യമാണ്. നമ്മുടെ ഈ ചെറിയ ജീവിതത്തിൽ ഇന്നലെ നാളെ നമ്മൾ കടന്നു പോകേണ്ടത് ഓരോരുത്തരും അത് ഓർക്കാതെയാണ് പലരും മുമ്പോട്ട് പോകുന്നത്. അപ്പോൾ മോർണിംഗ് ഫൈറ്റേഴ്സ് ഇൻഷുറൻസ് അക്കാദമിയെ കുറിച്ച് നിങ്ങൾ പറയേണ്ട കാര്യമില്ല. ഞാൻ ചെറിയ രീതിയിൽ തുടങ്ങിയ പ്രസ്ഥാനമാണ്. ഇത്രയും വലുതായി വരുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചതല്ല. അത് പടിപടിയായി 565 കുട്ടികൾക്ക് ഇപ്പോൾ ജോലി ലഭിച്ച് കേരളത്തിലെ പല ജില്ലകളിലും കുട്ടികളെത്തുന്നു. യൂണിഫോം ഫോഴ്സിലേക്കാണ് കുട്ടികൾ പോകുന്നത്. തീർത്തും സൗജന്യ പരിശീലനമാണ്. ഈ ചരിത്രം ഇപ്പോൾ എല്ലാവർക്കും അറിയാം. ഞാനത് പ്രത്യേകം പറയേണ്ട കാര്യമില്ല. പിന്നെ ഒരു ദുരന്ത നിവാരണ സേനയുണ്ട്. പണ്ടിവിടെ ദുരന്തമുണ്ടായപ്പോൾ വെള്ളപ്പൊക്കമൊക്കെ ഉണ്ടായപ്പോൾ പഞ്ചായത്ത് പ്രസിഡന്റ് ഇവിടെ ആൾക്കാർ വന്നു. ഞാൻ നേരെ മുളക്കുട്ടിയിലേക്കാണ് പോയത്. ആ കുഞ്ഞു വാവയിനി മറ്റേ ചന്ദ്രന്റെ ബോഡിയെല്ലാം എടുത്ത് ഞങ്ങൾ മോർണിംഗ് ഫൈറ്റേഴ്സിലെ കുട്ടികൾ ഞാനും ചേർന്നാണ്. കേരളത്തിലെല്ലാവർക്കും ഞങ്ങൾ പോകുന്നുണ്ട്. ഇത് ശരിക്കും പറഞ്ഞാൽ എനിക്കൊരു പാഷനാണ്, മിഷനാണ്. പിന്നെ അതിനപ്പുറം ഒരു ലഹരി കൂടിയാണ്. നമുക്ക് രണ്ടെണ്ണം അടിച്ചാൽ കിട്ടുന്ന ലഹരിയല്ല. കുട്ടികളെ കൊണ്ട് ഇത് സാധിക്കില്ല എന്ന് പറയുന്നവരോട് വലിയ കാര്യങ്ങൾ ചെയ്ത് കാണിക്കുമ്പോൾ അവരുടെ കണ്ണിലൊരു അസൂയ ഉണ്ടാവും. അത് കാണുമ്പോൾ നമുക്കൊരു അനുഭൂതിയാണ്. അതാണ് എൻ്റെ ലഹരി. അതിനുവേണ്ടിയാണ് ഞാൻ പ്രവർത്തിക്കുന്നത്. അതാണ് എനിക്ക് ശക്തി തരുന്നത്. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ കാര്യത്തിലേക്ക് ഞാൻ തിരിച്ചു വരികയാണ്. ഇവരെ ഒന്ന് പുറത്തേക്കൊക്കെ ഇറക്കി കൂടുതൽ സന്തോഷവാന്മാരായി മാറ്റാൻ നമുക്ക് സാധിച്ചാൽ നമ്മൾ ചെയ്യുന്ന വലിയ കാര്യമാണ്. പ്രസിഡന്റ് പറഞ്ഞ നീട്ടുന്നില്ല. എല്ലാവർക്കും നന്ദിയും അതുപോലെ കാട്ടുമാട് കുടുംബത്തിൽ ഒരിക്കൽ കൂടി ആശംസകൾ നേർന്നുകൊണ്ട് നിർത്തുന്നു. തസ്നി എന്ന കുഞ്ഞു മോള് ഈ ചെയർമാൻ അലീഖാനെ ഒരു സ്നേഹാദരം നൽകണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അത് അലീഖ മാറി മാറിയിരിക്കുകയാണ്. അലീഖാനെ മുന്നോട്ട് ക്ഷണിക്കുകയാണ്. ആശംസകൾ അർപ്പിച്ച് സംസാരിക്കാൻ വേണ്ടി പേരാവൂരിന്റെ പ്രിയപ്പെട്ട ഡോക്ടർ സദാനന്ദൻ സാറിനെ ക്ഷണിക്കുന്നു. വേദിയിലും സദസ്സിലുള്ള എല്ലാവർക്കും നമസ്കാരം. ഈ ഒരു പരിപാടിയിലേക്ക് എന്നെ ക്ഷണിച്ചത് ചാരിറ്റബിൾ ട്രസ്റ്റിൻ്റെ ചെയർമാനായിട്ടുള്ള അലീഖയാണ്. അലീഖയോട് ഞാൻ പറഞ്ഞത് എന്നെ വിളിക്കേണ്ടായിരിക്കും. ഒരു മടിയൊക്കെ കാണിച്ചിരുന്നു. അതിന് കാരണമുണ്ട്. ഞാൻ ഈ സ്ഥാപനത്തിൽ 3 തവണ വന്നിട്ടുണ്ട്. ഞാൻ ബംഗാൾ താലൂക്ക് ആശുപത്രി സൂപ്രണ്ടായിരിക്കുന്ന സമയത്ത് ഇവിടെ വന്നിട്ടുണ്ട്. ഞാൻ വെച്ചത് എൻ്റെ സ്റ്റാഫിനെ വന്ന് 200 മെഡിക്കൽ ക്യാമ്പൊക്കെ ഇവിടെ സംഘടിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ വിശദമായിട്ട് അന്തേവാസികളൊക്കെ അന്ന് മനസ്സിലാക്കിയിട്ടുണ്ട്, കണ്ടിട്ടുണ്ട്, എല്ലാവരും മനസ്സിലാക്കിയിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ ഈ ഇവിടെ വന്നു പോയിട്ടുള്ള ദിവസങ്ങൾ ഒരാഴ്ച മൂടാൻ കാണിച്ചിട്ടുണ്ട്. കാരണം മനുഷ്യൻ്റെ പലവിധ അവസ്ഥകളും നമ്മൾ കാണുമ്പോൾ ഒരു ഡോക്ടർ എന്ന നിലയിൽ ആശുപത്രിയിൽ വരുന്ന പല വിധത്തിലുള്ള ഒരുപാട് ബുദ്ധിമുട്ടുള്ള വിഷയങ്ങൾ നമ്മൾ കാണാറുണ്ട്. എന്നിരുന്നാലും ഇവിടെയൊക്കെ വന്ന് പോയിട്ടാകുമ്പോൾ നമുക്കൊരു ആഴ്ച മൂടാറുണ്ട്. അത് അവോയ്ഡ് ചെയ്യാനാണ് ഞാൻ ശരിക്കും പിന്നീട് അധികം അങ്ങോട്ട് വരാണ്ടിരുന്നതാണ് സാധിക്കുന്നത്. പിന്നെ ഇവിടുത്തെ ഈ പ്രവർത്തനങ്ങൾ കാണുമ്പോഴാണ് നമ്മുടെ നിർമ്മലയും സന്തോഷമൊക്കെ നമുക്ക് നമിക്കാൻ പറ്റുന്നത്. കാരണം ഇത്തരം വിഷയങ്ങളൊക്കെ ആരെങ്കിലുമൊക്കെ ഏറ്റെടുക്കണ്ടേ, ആരെങ്കിലൊക്കെ വേഷം വെക്കണ്ടേ ഇതൊക്കെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അപ്പോൾ അവർക്കൊക്കെ ഒരു പ്രോത്സാഹനം, നമുക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ലെങ്കിലും ചെറിയ വിധത്തിലുള്ള പ്രോത്സാഹനങ്ങളൊക്കെ നമ്മൾ കൊടുക്കേണ്ടതാണ്. അതൊക്കെ നമ്മൾ നൽകി കൊടുക്കുന്നത്. ഈ കെയർ ചാരിറ്റബിൾ ട്രസ്റ്റ് ഇങ്ങനെ ഒരു പരിപാടി ഇവിടെ സംഘടിപ്പിക്കുന്നതിന് എനിക്ക് സന്തോഷമുണ്ട്. കാരണം സാധാരണ ഏതെങ്കിലും ഓഡിറ്റോറിയത്തിനും മറ്റെന്തെങ്കിലും ഫംഗ്ഷനൊക്കെയായിട്ടാണ് ഇത്തരം പരിപാടികൾ പോകാറ്. അപ്പോൾ ഈ ഒരു സ്ഥാപനം തിരഞ്ഞെടുക്കാനും ഇവർക്കൊരു പ്രോത്സാഹനം, കാരണം ഇത്തരം ഒരു പരിപാടികളൊക്കെ ഭാവിയിൽ ഇത് തുറന്നു കൊണ്ടുപോകാനൊരു ഊർജം കിട്ടും ആർക്കായാലും. അപ്പോൾ അതിന് മുൻകൈയെടുത്തുള്ള കെയർ ചാരിറ്റബിൾ ട്രസ്റ്റിനെയും നൽകേണ്ടതാണ് ഈ അവസരത്തിൽ. ഈ കൃപ ചാരിറ്റബിൾ ട്രസ്റ്റിനെയും കെയർ ചാരിറ്റബിൾ ട്രസ്റ്റിനെയും എൻ്റെ ഭാരവാഹികളെയും ഒക്കെ അഭിനന്ദിച്ചുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. ഭാവിയിലും ഈ പാവപ്പെട്ട ജനങ്ങളെ സഹായിക്കാൻ പറ്റിയ പ്രവർത്തനങ്ങളുമായിട്ട് പഞ്ചമുഖ്യക്ക് മുന്നോട്ട് പോകാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആശംസകൾ അർപ്പിക്കാൻ വേണ്ടി ഈ പരിപാടിയുടെ അധ്യക്ഷൻ ബഹുമാനപ്പെട്ട പേരാവൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ്, അതുപോലെ ഈ പരിപാടി മുഖ്യ അതിഥിയായിരിക്കുന്ന ജീവകാരുണ്യ പ്രവർത്തക നർഗീസ് ബീഗം, ഇതോടെ എന്നിവിടെ ആദരവ് ഏറ്റുവാങ്ങുന്ന ഡോക്ടർ സദാനന്ദൻ, രഞ്ജിത് മാക്കുട്ടി, അബ്ദുൾ സമദ്, സൈനുൽ അബിദി, ശ്രീഷ്ണ ആനന്ദ്, അതുപോലെ മോട്ടിവേഷൻ ക്ലാസുകളെ കൈകാര്യം ചെയ്യുന്ന
വിഭാഗങ്ങളോട് ചേർന്ന് അതുപോലെ പേർ ചാരിറ്റബിൾ ട്രസ്റ്റിനോട് നടത്തുന്ന ഈ പരിപാടിക്ക് എൻ്റെ എല്ലാവിധ ആശംസകളും അർപ്പിക്കുന്നു. ഈ പരിപാടിയിലേക്ക് എന്നെ ക്ഷണിച്ച ബഹുമാനപ്പെട്ട അലീക, അദ്ദേഹത്തിന് ഇന്നും ഇവരോടൊക്കെ ചേർന്ന് നല്ല നല്ല പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ച് മുന്നോട്ട് പോകാൻ സാധിക്കട്ടെ. എല്ലാവർക്കും എല്ലാവിധ ആശംസകളും അർപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. ഇതുപോലെ രഞ്ജിതമാക്കി ആശംസകൾ അർപ്പിക്കുന്നതിന് വേണ്ടി രഞ്ജിതമാക്കി. എല്ലാവർക്കും നമസ്കാരം. ഈ സ്നേഹസംഗമം ഇവിടെ നടത്താൻ തീരുമാനിച്ച ഇതിൻ്റെ സംഘാടകർക്ക് എല്ലാവിധ ആശംസകളുണ്ട്. പിന്നെ ജോലിച്ചാനുള്ള സമയത്ത് ഞാനൊരു പ്രാവശ്യം ഇവിടെ വന്നിട്ടുണ്ട്. പിന്നെ ഇവിടെ നോക്കുന്ന ഒരു മേരി എന്ന് പറയുന്ന അവരുടെ വീട് ഞാനാണ് എടുത്തു കൊടുത്തിട്ടുള്ളത് തെറ്റുവഴിക്ക്. ഈ സംഗമത്തിൽ എന്നെ കൂടി ഉൾപ്പെടുത്തിയതിൽ എനിക്ക് ഏറെ സന്തോഷമുണ്ട്. അതുപോലെ അലീക നല്ലൊരു മനുഷ്യനാണ്, എന്നാന്ന് പറയുന്നത് അറിയില്ല. അതുകൊണ്ട് എല്ലാവിധ ആശംസകളും. മുന്നോട്ട് കൊണ്ടുപോകാൻ സഹായിക്കുന്നത് ഇത്തരം ജീവകാരുണ്യ പ്രവർത്തകരാണ്. ഈ നർഗീസ് ബീഗം എന്ന ജീവകാരുണ്യ പ്രവർത്തക ഇപ്പോൾ അലീക സൂചിപ്പിച്ചതുപോലെ 100ഓളം വീടുകൾ നമ്മുടെ കേരളത്തിൽ നിർമ്മിച്ചു നൽകിയത് നമ്മളെ സംബന്ധിച്ച് വളരെ അഭിമാനാർഹമായ കാര്യമാണ്. കെയർ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ ഏറെ ബഹുമാന്യരായ ഏറെ ആദരണീയരായ നർഗീസ് ബീഗം അവരുടെ ഈ വേദിയിലേക്ക് സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നതിനോടൊപ്പം ഇതിനെ മുഖ്യ അതിഥിയായി സംസാരിക്കാൻ വേണ്ടി ക്ഷണിക്കുന്നു. നമസ്കാരം. ഏറെ സന്തോഷം നിങ്ങളെ കാണാൻ സാധിച്ചതിൽ, ഇവിടെ വരാൻ സാധിച്ചതിൽ, പരിപാടിയിൽ പങ്കെടുക്കാൻ സാധിച്ചതിൽ. എനിക്കൊരു പ്രശ്നമുണ്ട്, എനിക്ക് മൈക്ക് അലർജിയാണ്, സൗണ്ട് വലിയ പ്രശ്നം. അപ്പോൾ എനിക്ക് മൈഗ്രൈൻ വരാൻ സാധ്യതയുണ്ട് എന്ന് തോന്നുന്ന കഴിഞ്ഞാൽ എൻ്റെ ഇവിടെ ഒന്ന് പുറത്തേക്കാറുണ്ട്. കൂടുതൽ എനിക്ക് സംസാരിക്കാൻ എനിക്ക് പ്രയാസമാണ്. ഏറ്റവും സന്തോഷം ഒരു വേദി പങ്കെടുക്കാൻ സാധിച്ചതിൽ. നന്ദി. ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ ചെയർമാൻ അഡ്വക്കേഷൻ മുഖ്യ അതിഥികൾക്കുള്ള ഒരു കെയർ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ ഒരു ചെറിയൊരു കിറ്റ് കൂടിയുണ്ട്. അതുകൂടി വാങ്ങാൻ വേണ്ടി നന്ദി സ്പീക്കറിനെ ക്ഷണിക്കുകയാണ്. വേണ്ടി അബ്ദുൽ സമദ് ജീവകാരുണ്യ പ്രവർത്തകനാണ്. ഒട്ടനവധി മേഖലയിൽ പ്രവർത്തിച്ച സാമൂഹിക രംഗത്ത് പ്രവർത്തിച്ച അബ്ദുൽ സമദ് അവരുടെ ക്ഷണിക്കുന്നു. ദൈവത്തിൻ്റെ രക്ഷ എന്നിലും നിങ്ങളിലും എല്ലാ സമയവും ഉണ്ടായിരിക്കട്ടെ. ഈ പ്രോഗ്രാം സദസ്സിൻ്റെ അധ്യക്ഷവും തന്നിരിക്കുന്ന പ്രിയപ്പെട്ട സുഹൃത്തും വേദിയിലും സദസ്സിലും ഉപസ്ഥിതരായിരിക്കുന്ന നല്ലവരായ സുമനസ്സുകളായിരിക്കുന്ന ആളുകൾ, ജോലി ചേട്ടൻ തുടങ്ങി നിർമ്മല ചേച്ചിയിലൂടെ മുന്നോട്ട് പോകുന്ന ഈ ഒരു കൃപാഭവൻ വല്ലാത്തൊരു പേര് തന്നെയാണ്. മുന്നിലേക്ക് നോക്കുമ്പോൾ സന്തോഷമാണോ സങ്കടമാണെന്നൊക്കെ പറഞ്ഞാൽ നിങ്ങളെന്ന് പറയാൻ കഴിയില്ല. മണ്ണിനടിയിൽ സ്ഥാനം പിടിക്കാൻ മണ്ണിന് മുകളിൽ നടത്തുന്ന പോരാട്ടമാണ് ജീവിതം എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അതിൻ്റെ പ്രവർത്തനമാണ് ഇവിടെ നടക്കുന്നതെന്ന് മാത്രമേ ഉള്ളൂ. നമുക്കെല്ലാവർക്കും ഈ ലോകത്ത് നിന്ന് പിരിയേണ്ട അവസ്ഥ എല്ലാവർക്കും ഉണ്ട്. അത് മതത്തിനോ ജാതിക്കോ രാഷ്ട്രത്തിനോ ജീവജാലങ്ങൾക്കോ ഒന്നും എല്ലാവരും ഇവിടെ നിന്ന് പറയും. അത് ഉറപ്പാണ്. അതെല്ലാവരും പറയുന്നു, എല്ലാ മതവിശ്വാസികളും പറയുന്നു, മതമില്ലാത്തവരും പറയുന്നു, എല്ലാവരും പറയുന്നു ഇവിടുന്ന് പിരിയും എന്നത്. പിരിഞ്ഞതിന് ശേഷം ഒരു ജീവിതമുണ്ട് എന്ന് വിശ്വസിക്കുന്നവരായിരിക്കും ഇവിടെ കൂടിയിരിക്കുന്ന അധികം ആളുകൾ. പ്രിയപ്പെട്ട ഉസ്താദടക്കം അതുപോലെ മറ്റു മത അധ്യക്ഷന്മാരൊക്കെ ഇവിടെ ഉണ്ടാവാം. എല്ലാവരെയും സാക്ഷ്യത്തിൽ എന്ന് ഞാൻ പറയുന്നുണ്ട്. ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവരുടെ മതവിശ്വാസ പ്രകാരം ചെയ്യേണ്ട ആരാധന കർമ്മങ്ങൾ തൽക്കാലം മാറ്റിവെക്കുക. കാരണം അത് അവനും ചെയ്യില്ല. പക്ഷെ അതിലുപരി ദാഹിക്കുന്നവർക്ക് വെള്ളം കൊടുക്കുന്നതും വിശക്കുന്നവർക്ക് ഭക്ഷണം കൊടുക്കുന്നതും നഗ്നത മറക്കുവാനുള്ള വസ്ത്രം കൊടുക്കുന്നതും അവൻ്റെ ആരോഗ്യം സംരക്ഷിക്കാനുള്ള അടിസ്ഥാന ചികിത്സാ സൗകര്യം ഒരുക്കുന്നതും
അവന് കയറി കിടക്കാൻ ഒരു ഇരിപ്പിടം അല്ലെങ്കിൽ ഒരു പാർപ്പിടം അല്ലെങ്കിൽ ഒരു അവസരം ഒരുക്കുക എന്നതിൽ പരം പുണ്യമുള്ള ഒരു കാര്യവും നമുക്ക് ചെയ്യാനില്ല എന്നുള്ളതാണ്. അങ്ങനെയാണെങ്കിൽ ഈ ഒരു ഭവനത്തേക്കാൾ കൂടുതൽ ചെയ്യുന്നത് ആരാണ്? അല്ലെങ്കിൽ ഇതുപോലുള്ള ഭവനത്തേക്കാൾ കൂടുതൽ ചെയ്യുന്നത് ആരാണ്? ഈ പറയുന്ന എല്ലാ കാര്യങ്ങളും കുടിക്കാൻ വെള്ളം കൊടുക്കുന്നു, കഴിക്കാൻ ഭക്ഷണം കൊടുക്കുന്നു, ഉടുക്കാൻ വസ്ത്രം കൊടുക്കുന്നു, ആവശ്യമുള്ള മരുന്നുകൾ കൊടുക്കുന്നു, ആരുടെയും ശല്യമില്ലാതെ അല്ലെങ്കിൽ ആരുമൊന്നും ചീത്ത പറയാതെ ദേഷ്യപ്പെടാതെ കിടക്കാനുള്ള അവസരം ഒരുക്കുന്നു. ഇതൊക്കെ തന്നെയാണ് നമ്മൾ ചെയ്യേണ്ടത്. ഇന്ന് ഞാനിപ്പോൾ ഏകദേശം 155 കിലോമീറ്റർ അപ്പുറത്താണ് കൊണ്ടുവരുന്നത്. നമ്മൾ വരുന്ന വഴിയിലൊക്കെ വീടുകൾ, ഒരുപാട് വലിയ വലിയ വീടുകൾ, ആ വീടിനേക്കാളും വലിയ മതിലുകളാണ്. സ്വന്തം കൂടപ്പിറപ്പിന്റെ മക്കൾക്ക് പോലും തങ്ങളുടെ വീട്ടിലേക്ക് വരണമെങ്കിൽ ഗേറ്റ് തുറന്ന് കടക്കേണ്ട അവസ്ഥയാണ് മനുഷ്യൻ അങ്ങനെ ആരെയും കുറ്റപ്പെടുത്തി പറയില്ല. അപ്പോഴാണ് പല അമ്മമാരുടെ, പല അച്ഛന്മാരുടെ ഒരുപക്ഷെ ഭാഷയും ദേശവും ഒക്കെ മാറി അഭിജരായി നിൽക്കുന്ന ആളുകൾ ഒരുമിച്ച് ഒരു പുറക്കീഴിൽ നിൽക്കുന്ന ഈ ഒരു അവസ്ഥ അങ്ങനെ ഓർക്കുമ്പോൾ ഒരു സന്തോഷമാണ്. പക്ഷെ ഇങ്ങനെ ഒരുപാട് ഭവനങ്ങൾ കാണുമ്പോഴോ അത് സങ്കടം. അതുകൊണ്ട് നമുക്കൊന്നേ പറയാനുള്ളൂ, നമ്മളാവുക, നീയാവുക. അങ്ങനെയെങ്കിൽ ആവശ്യമുള്ളവർ നിന്നെ തേടി വരുന്നതാണ്. അങ്ങനെയുള്ള ഒരാളാണ് ഇപ്പോൾ ആദരവ് വാങ്ങിച്ചു പോയ നർഗീസ് ബീഗം. ഞാൻ ഒരു ചാരിറ്റി പ്രവർത്തകരെയും പേരെടുത്ത് അവർ പുകഴ്ത്തി പറയുകയോ അല്ലെങ്കിൽ അവർ ഇതൊന്നും പറയില്ല. കാരണം ഇതൊക്കെ ഒരു കടമയാണ്. മനുഷ്യൻ മറ്റുള്ളവരെ സഹായിക്കുക എന്ന് പറഞ്ഞാൽ ഒരു കടമയാണ്, അല്ലാതെ ആരുടെയും അവതരമാണ്. പക്ഷെ ആ ഒരു വ്യക്തിത്വത്തെ പറയാതിരിക്കാൻ കഴിയില്ല. കാരണം അവരിലെല്ലാം ഉണ്ട്. ജീവകാരുണ്യ മേഖലയിൽ നമുക്കൊരു റോൾ മോഡൽ ഉണ്ടെങ്കിൽ, ജീവിച്ചിരിക്കുന്നവരിലുണ്ടെങ്കിൽ അതിലൊരാളാണ് ശ്രീ നർഗീസ് ബീഗം. അവരോട് ക്ഷണിച്ചത് തീർച്ചയായും എനിക്ക് പിന്നെ ഇവിടെ എൻ്റെ മുമ്പിലുള്ള ആളുകളോടെല്ലാം പറയാനുള്ളത്, കാരണം അവർ നോക്കുമ്പോൾ സംസാരിക്കാൻ തോന്നുന്നില്ല. പക്ഷെ എങ്കിലും ഒരു 10-15 ആളെങ്കിലും നമ്മൾ സംസാരിക്കുന്നത് അവരോട് പറയാനുള്ളത്, നമ്മൾ ആരും ഒരാളുടെയും ബന്ധത്തിൽ ചെരുപ്പ് പോലെ ആവരുത്. അത് നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടതാണ്. കാരണം ചെരുപ്പ് പോലെ അതിൻ്റെ വാററ്റാൽ ഉപേക്ഷിക്കുന്ന ബന്ധം ഉണ്ടാവും. അത് പാടില്ല. അത് അങ്ങനെ പറയാനുള്ള കാരണം ജീവിതകാലത്ത് നാം എന്തും ചിന്തിച്ച് ഒരുപാട് മഹാന്മാരായിരിക്കുന്ന ആളുകളുണ്ട്. കാരണം അതിൽ ജനപ്രതിനിധികളുണ്ടാവാം, ഉസ്താദുമാരുണ്ടാവാം, മാകുട്ടിയെ പോലെ ജീവകാരുണ്യ മേഖലയിലൊക്കെ അതുപോലെ സേവനം നടന്നവരൊക്കെ ഉണ്ടാവും. പക്ഷെ ഞാനിപ്പോൾ പറയുന്നത്, നമ്മൾ മറ്റൊരു അവരെ സഹായിക്കുന്ന സമയത്ത് അത് സന്തോഷത്തോടെയാണെങ്കിൽ നമ്മളെ സഹായിക്കാൻ നമ്മൾ സഹായിച്ചവരില്ലെങ്കിലും മറ്റാരൊക്കെയോ ഉണ്ടാവും, അത് ഉറപ്പാണ്. അതുകൊണ്ട് നമുക്ക് പറയാനുള്ളത് കൊടുത്തുകൊണ്ടേയിരിക്കുക. ഒരിക്കലും ഉറവറ്റാത്ത കിണർ പോലെ നമ്മുടെ കരങ്ങളിൽ, നമ്മുടെ പോക്കറ്റിൽ നമ്മുടെ സമ്പാദ്യങ്ങൾ വന്നുകൊണ്ടേയിരിക്കും, അത് ഉറപ്പാണ്. പക്ഷെ ആളുകൾക്ക് അത് കൊടുക്കാൻ മതിയാണ്. ഇന്ന് 4 ആൾ കൊടുക്കുന്നുണ്ടെങ്കിൽ അവരെപ്പോഴും അവരുടെ കൈ ഇങ്ങനെ കമഴ്ത്തി കൊടുത്തുകൊണ്ടേയിരിക്കും. വാങ്ങുന്നുണ്ടെങ്കിൽ അവരെപ്പോഴും കൈ മലർത്തിക്കൊണ്ടേയിരിക്കും. അത് പാടില്ല. ഞാൻ ഈ സമയം അധികമില്ലെങ്കിലും ബഹുമാനപ്പെട്ട അധ്യാപക ഉസ്താദ് ചെറിയൊരു നിർദ്ദേശമായിട്ട് നിങ്ങൾ മുമ്പിൽ വെച്ചുകൊണ്ട് എൻ്റെ പ്രസംഗം ഞാൻ നടത്തും. മുകളിൽ വരാതിരിക്കാൻ ശ്രമിക്കും. എന്തോ ആയിക്കോട്ടെ, ഇപ്പം മെനന്തോ ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഒരു പേപ്പർ ആയിക്കോട്ടെ, ഒരു പൂ ആയിക്കോട്ടെ, എന്ത് കൊടുക്കുമ്പോഴും കൊടുക്കുന്നവരുടെ കൈ താഴെ, വാങ്ങുന്നവരുടെ കൈ മുകളിലായിരിക്കാൻ ശ്രദ്ധിക്കുക. ആയതുപോലെ തന്നെ എപ്പോഴും കൊടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു 1-2 പ്രാവശ്യം കൊടുക്കുമ്പോൾ അവർക്ക് മറ്റൊരാളെ സഹായിക്കാനുള്ള ഒരു ഉപദേശം കൂടി കൊടുക്കുക. 4-5 തവണ ഒരാൾ കൊടുക്കുമ്പോൾ, വാങ്ങിക്കുമ്പോൾ അവൻ്റെ കൈ മറ്റൊരു തവണ കമിഴുന്ന ഒരു സ്വഭാവത്തിലേക്ക് അവൻ വളർത്താൻ കൂടി നമ്മൾ ശ്രദ്ധിക്കണം. ഇത് എനിക്കിപ്പോൾ പറയാനുള്ളത് പൈസയുടെ കാര്യത്തിൽ മാത്രമല്ല. ഇപ്പോൾ ഇന്ന് രക്തദാനം അല്ലെങ്കിൽ രക്തദാന ഗ്രൂപ്പുകൾ ഒരുപാട് അധികരിച്ചിരിക്കുന്ന സമയം. പക്ഷെ നമ്മൾ ചിന്തിക്കേണ്ട കാര്യം, ഇപ്പോൾ എ പോസിറ്റീവ് രക്തം പോലും നമുക്ക് 5 യൂണിറ്റ് വേണം, 6 യൂണിറ്റ് വേണം എന്ന് പറഞ്ഞിട്ട് ഓരോ ആളുകളും ആവശ്യപ്പെടുന്ന സമയം അവൻ്റെ വീട്ടിലുണ്ടാവും 5-6 ആളുകൾ എ പോസിറ്റീവ്, അല്ലെങ്കിൽ അവൻ്റെ കുടുംബത്തിലുണ്ടാവും, അവൻ്റെ നാട്ടിലോ മഹലിലോ വാർഡിലോ ഉണ്ടാവും. അതൊന്നും യൂസ് ചെയ്യാതെ നമ്മൾ മറ്റുള്ള ആളുകളെ ബുദ്ധിമുട്ടിക്കാൻ വേണ്ടി മാത്രമേ. അതുകൊണ്ട് നമുക്കുള്ള ഗ്രൂപ്പ് ഏതോ ആവട്ടെ, അല്ലെങ്കിൽ നമ്മുടെ കുടുംബത്തിലുള്ള ഗ്രൂപ്പ് ഏതോ ആവട്ടെ, അത് കൊടുത്തുകൊണ്ടായിരിക്കണം മറ്റൊരുത്തരുടെ രക്തം വാങ്ങാൻ നമ്മൾ ശ്രദ്ധിക്കാനും. അത് നമ്മൾ എപ്പോഴും പഠിക്കേണ്ട പാടാണ്. എന്ന് കരുതിയിട്ട് രോഗികൾ ആരും രക്തം കിട്ടാതെ കിടക്കണം എന്നുള്ളതല്ല. രക്തദാനം എന്ന് പോലും ഞാൻ പറയാൻ പഠിക്കുന്നു. കാരണം അത് ദാനമല്ല, ജീവൻ പകുത്ത് നൽകലാണ്. താക്കോൽ ദാനം, രക്തദാനം ഒന്നും ദാനമല്ല. ഞാൻ അങ്ങനെ തന്നെ പറയുന്ന വാക്കിന് പോലും നമ്മൾ സൂക്ഷിക്കുക. കാരണം നമുക്ക് എന്താണ് അവസ്ഥ വരാനുള്ളത് നമുക്ക് ആർക്കും അറിയില്ല. അതുപോലെ തന്നെ ഒരു വാഴപ്പഴം കൊടുക്കുമ്പോഴോ ഇന്ന് 4 ആളുകൾ ഫോട്ടോ എടുത്ത് അത് വാട്സപ്പിലിട്ട് അതിൻ്റെ സ്റ്റാറ്റസ് വെച്ച് വലിയ വലിയ പ്രസക്തിക്ക് വേണ്ടിയിട്ടാണ്, ഒരു ഫോട്ടോ ഷൂട്ടിന് വേണ്ടിയിട്ടൊക്കെ നമ്മൾ
അതൊന്നും വേണ്ട. അഭിമാനം എന്നുള്ളതും അപമാനം എന്നുള്ളതും മനുഷ്യർക്ക് തുല്യമാണ്. വാങ്ങുന്നവനും നൽകുന്നവനും ഒക്കെ തുല്യമാണ്. അതുകൊണ്ട് ഒരു ഫോട്ടോ മാനിയ നമുക്ക് ആർക്കും വേണ്ട. നമ്മൾ തൽക്കാലം മറ്റുള്ളവർ പ്രചോദിപ്പിക്കാൻ വേണ്ടിയിട്ടല്ല, മറ്റുള്ളവർ കാണാൻ വേണ്ടിയിട്ടുള്ള ഫോട്ടോ കാര്യങ്ങളൊക്കെ ഓക്കെ. അതിലപ്പുറം അതിലേക്കൊന്നും പോവാതെ ഇതുപോലെയുള്ള നമ്മുടെ അച്ഛന്മാരാണ്, നമ്മുടെ അമ്മമാരാണ്, അല്ലെങ്കിൽ നമ്മുടെ സഹോദരി സഹോദരന്മാരാണ്. നമ്മുടെ വീട്ടിൽ നമ്മുടെ അമ്മയ്ക്ക് എന്താ കൊടുക്കുന്നത് അതുപോലെ, അച്ഛൻ എന്താ കൊടുക്കുന്നത് അതുപോലെ ഉള്ളത് കാണാൻ പാടുള്ളൂ. ഇനി മറ്റൊന്നും കൂടി, ഞാൻ 150 കിലോമീറ്റർ അപ്പുറത്താണ് പറഞ്ഞു, എൻ്റെ വീട്ടിൽ എൻ്റെ ഉമ്മയ്ക്ക് ഞാനൊന്നും കൊടുക്കാതെ ഇവിടെ ഞാൻ എന്തുകൊണ്ട് കൊടുത്തിട്ട് കാര്യമില്ല. ഞാൻ ആദ്യം കൊടുക്കേണ്ടത് എൻ്റെ അമ്മയ്ക്കായി. എൻ്റെ അമ്മയുടെ മുഖത്തേക്ക് നോക്കുന്നത് പോലും പുണ്യമാണ് എന്ന് പഠിക്കുന്ന ഒരു ലോകത്തെ സൃഷ്ടിക്കണം. അതിനാദ്യം ചെയ്യേണ്ടത് ഇത്തരം സ്ഥാപനത്തിൽ വരുമ്പോൾ നമ്മുടെ മക്കളുടെ കൈ പിടിച്ച് കൊടുക്കുക. മക്കളായിട്ട് വരിക, മക്കൾ കാണണം. മക്കൾ കാണുമ്പോൾ അവരിൽ പക്ഷേ ലാസ്റ്റ് നമ്മുടെ അവസരത്തിൽ അല്ലെങ്കിൽ നമ്മുടെ അവസ്ഥയിൽ ഇതുപോലുള്ള സ്ഥലങ്ങളിൽ പക്ഷെ കൊണ്ടുവന്ന് ആക്കിയില്ലാന്ന് വരും. ഇനി അഥവാ ആക്കുകയാണെങ്കിൽ സൗകര്യമുള്ളവരുണ്ടെങ്കിലും ആക്കിക്കോളും. ഞാനെപ്പോഴും പറഞ്ഞത് ദൈവത്തിൻ്റെ നന്മ ആഗ്രഹം ഇതുപോലെ സ്ഥാപനത്തിൽ നിർത്തുകയാണെങ്കിൽ എന്നെ അവിടെ കൊണ്ടുവന്നാകട്ടെ എന്ന് ഞാൻ പറയുള്ളൂ. കാരണം ഇവിടുന്ന് പോകുമെന്ന് എനിക്ക് ഉറപ്പാണ്. അതിനു മുമ്പ് എൻ്റെ പരീക്ഷണം എന്താണോ അതൊക്കെ നടക്കും. അത് ഞാൻ എന്നെ പറ്റി പറഞ്ഞില്ല, ഞങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി പറഞ്ഞതാണ്. ജീവകാരുണ്യ പ്രവർത്തകനാണ് എന്നെ മെൻഷൻ ചെയ്തിട്ടുള്ളത്, ഞങ്ങൾ വായിച്ചത്. ഞാനൊരു ജീവകാരുണ്യ പ്രവർത്തകനല്ല. ജീവിതത്തിൽ ഒരു നന്മയും ഇന്ന് വരെ കടകളഞ്ഞ രീതിയിൽ ചെയ്യാൻ പറ്റാത്ത ഒരാളാണ്. ആഗ്രഹമുണ്ട് നിങ്ങളൊക്കെ പോലെ. എന്തായാലും പ്രിയപ്പെട്ട സാറിനെ പോലെ ഒരുപാട് കാര്യങ്ങളൊക്കെ നമ്മൾ കേട്ടു. അതിൽ നമ്മൾ പാഠം ഉൾക്കൊണ്ട് ഞാനും നിങ്ങളുടെയൊക്കെ കൂട്ടത്തിൽ ഉണ്ടാവും എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. എന്നെ കേട്ട നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി. നമസ്കാരം. സ്നേഹസംഗമത്തിൽ വളരെ നല്ല രീതിയിൽ സ്വാഗതം ആശംസിച്ച ഏറെ സ്നേഹാധീനനായ എനിക്ക്, അതേപോലെ പ്രിയനായ അധ്യക്ഷൻ നൂറുദ്ദീൻ, ഇവിടെ ഈ മഹത്തായ പരിപാടി ഔപചാരികമായി ഉദ്ഘാടനം നിർവഹിച്ച വളരെ കൃത്യസമയത്ത് തന്നെ ഇവിടെ എത്തിച്ചേർന്നു ഈ സദസ്സിനെ ധന്യമാക്കിയ നമ്മുടെ എല്ലാവരും പഞ്ചായത്ത് പ്രസിഡന്റ് പി വേണുഗോപാല സാറും, അതേപോലെ നമുക്കൊക്കെ മാതൃകയും പ്രചോദനമാകുന്ന രീതിയിൽ ഒരുപാട് ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്ന നമ്മുടെ മുഖ്യ അതിഥികളായ നർഗീസ്, അതേപോലെ നമ്മുടെ മക്കളുടെ പ്രഭാതം വളരെ കർമ്മോത്സുകമായ രീതിയിൽ ചിട്ടപ്പെടുത്താൻ വർഷങ്ങളായി ഒരു തപസ്സായി ഏറ്റെടുത്ത് അവർക്ക് വെളിച്ചം നൽകുന്ന MC കുട്ടിച്ചൻ സാറുകൾ, അതേപോലെ തന്നെ ജന്മം കൊണ്ട് കൂട്ടുകൂടുന്നതാണെങ്കിലും കർമ്മം കൊണ്ട് നമ്മുടെ പേരാവുന്നതിനെ ധന്യമാക്കിക്കൊണ്ടിരിക്കുന്ന ആദരണീയരായ ഡോക്ടർ സദാനന്ദൻ സാറുകൾ, അതേപോലെ രഞ്ജിത്ത് മാപ്പറ്റി, ഇവിടെ കുറഞ്ഞ വാക്കുകളിലാണെങ്കിൽ നമ്മുടെ ഹൃദയത്തിൽ കറക്കുന്ന രീതിയിൽ സന്ദേശം കൈമാറിയ സമത് ജയങ്കാരിയും, അതേപോലെ തന്നെ ഇവിടെ ഈശ്വര പ്രാർത്ഥന നടത്തിയ സഹോദരി, പ്രകാരം തന്നെ ഈ സ്ഥാപനത്തിൻ്റെ സിസ്റ്റർ നിർമ്മല അടക്കമുള്ള ഇതിൻ്റെ ട്രസ്റ്റ് ഭാരവാഹികൾ, ഇതിൻ്റെ മുന്നിലും പിന്നിലും പ്രവർത്തിക്കുന്നവർ, കെയർ ചാരിറ്റി ട്രസ്റ്റിൻ്റെ അണിയറ പ്രവർത്തകർ, അതേപോലെ തന്നെ ഈ മഹത്തായ പരിപാടിയെ കുറച്ചുകൂടെ കളർഫുള്ളാക്കാൻ വേണ്ടിയിട്ട് ഇവിടെ എത്തിപ്പെട്ട എൻ്റെ മക്കൾ, അതേപോലെ തന്നെ ഈ സ്ഥാപനത്തിൻ്റെ സ്നേഹദീപങ്ങളായ ഇവിടെ കുടുംബാംഗങ്ങൾ, അവരെ ചേർത്ത് പിടിക്കാൻ നേരത്തെ ഇവിടെ പറഞ്ഞതുപോലെ 100-ലധികം കിലോമീറ്റർ അകലെ നിന്ന് കാലവർഷം പ്രതികൂല സാഹചര്യം ഒന്നും വകവെക്കാതെ ഇവിടെ എത്തിച്ചേർന്ന് കുടുംബസമേതം തന്നെ എത്തിപ്പെട്ട സഹോദര സഹോദരിമാർ, സുഹൃത്തുക്കൾ, വളരെ നല്ലൊരു സദസ്സിലാണ് നമ്മളുള്ളത്. കുറച്ച് സമയമായി ഇങ്ങനെ ഒരേ ഇരിപ്പിരിക്കുന്നു. പലർക്കും പ്രയാസം ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ബുദ്ധിമുട്ടില്ലെങ്കിൽ ഒന്ന് എഴുന്നേറ്റാൽ നല്ലത്. വേദിയിലുള്ളവർ എഴുന്നേൽക്കണ്ട, സദസ്സിലുള്ളവർ എല്ലാവരോടാണ് പറഞ്ഞത്. സ്ത്രീകളും പുരുഷന്മാരും സഹോദര സഹോദരിമാരെ ഞാൻ പറയുന്നൊന്ന് ശ്രദ്ധിക്കുക. ഇനി ചെയ്യേണ്ടത്
നിങ്ങൾ ആ വലിഞ്ഞു മുറുകിയ ആ ഒരു മുഖഭാവം ഒന്ന് മാറ്റിയിട്ട് നമ്മളിപ്പോൾ ഒരു ചരമപ്രസംഗത്തിനോ ഒരു അനുശോചന യോഗമൊന്നും അല്ലല്ലോ. കഴിഞ്ഞ ശനിയാഴ്ച പെരുന്നാളായിരുന്നു. ഈ സ്നേഹഭവനിൽ അല്ലെങ്കിൽ കൃപാഭവനിലെ മരിയ ഭവനിലെ കുടുംബാംഗങ്ങൾക്കും പെരുന്നാൾ നൽകണം എന്ന നിലക്ക് നമ്മുടെ അരിക്കാൻ്റെ അടക്കം ആഗ്രഹമാണ് ഇവിടെ സാക്ഷാത്കരിക്കപ്പെടുന്നത്. ഇതൊരു പെരുന്നാളായി മാറണം. ഒന്ന് ഫേസ് ടു ഫേസ് ആയിട്ട് അതിനെ ഒന്ന് നിൽക്കാൻ ശ്രമിക്കുക. എന്നിട്ട് നല്ല ഒരു തൂമന്ദഹാസത്തോടെ നമ്മുടെ അടുത്തുള്ള ആൾക്കൊന്ന് കൈ കൊടുക്കാൻ ശ്രമിക്കുക. കൈ കൊടുക്കുമ്പോൾ ചിരിക്കാട്ടോ. അവിടെ ഇരുന്നോ. എനിക്ക് തോന്നുന്നത് കാരണം നീ ഇങ്ങനെയൊന്നും ആയാൽ പോരാ എന്നാണ് ഇവിടെ സംസാരിച്ച ഓരോരുത്തരും പറയുന്നത്. അതേപോലെ തന്നെ ഈ സംഗമത്തിലൂടെ ഞാൻ തിരിച്ചറിയുന്നത്. അഥവാ നമ്മുടെ ജീവിതം നമ്മുടേത് മാത്രമല്ല, എൻ്റെ ജീവിതം എൻ്റേത് മാത്രമല്ല, എനിക്ക് കിട്ടിയ സൗഭാഗ്യങ്ങൾ അതെനിക്ക് സ്വന്തം മാത്രമല്ല എന്ന തിരിച്ചറിവിൽ നിന്നുള്ള ഒരുപാട് ആളുകളുടെ ഒരു കൂട്ടായ്മയാണ് ഇങ്ങനെ ഒരു സംഗമത്തിൻ്റെ കാരണം അല്ലെങ്കിൽ ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നത്. ഇവിടെ തുടക്കത്തിലെ അധ്യക്ഷ പ്രസംഗത്തിൽ നൂറുദ്ദീൻ പറഞ്ഞു ഈ മരിയ ഭവന്റെ അതേപോലെ തന്നെ കൃപാഭവന്റെ ഒക്കെ ഉത്ഭവത്തെ. ഞാനതിലേക്ക് കൂടുതലായിട്ട് കടക്കുന്നില്ല. ഏതായിരുന്നാലും അത്ര നല്ല മനുഷ്യർ നമുക്ക് വലിയ പ്രചോദനമാണ്, മാതൃകയാണ്. അതോടുകൂടെ തന്നെ ഈ പരിപാടി ഇവിടെ സംഘടിപ്പിക്കുന്നത് കെയർ ചാരിറ്റബിൾ ട്രസ്റ്റ്. അതിൻ്റെ എല്ലാമാണ് അലിക്ക. അദ്ദേഹത്തെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്ന അദ്ദേഹത്തിൻ്റെ സഹോദരങ്ങൾ, അഥവാ ഒരു കുടുംബം എന്ന് നമുക്ക് പറയാം. കെയർ എന്ന് പറയുമ്പോൾ ആ വാക്കിൽ തന്നെയുണ്ട് വല്ലാത്ത ഒരു കരുതൽ. ചാരിറ്റി എന്നതിൻ്റെ അപ്പുറത്താണ് ഈ കരുതൽ എന്ന വാക്ക് വരുന്നത്. ഞാനൊരു 10 വർഷമായി ഇവിടെ അദ്ദേഹത്തിൻ്റെ സേവനങ്ങൾ, നിശബ്ദമായ സേവനങ്ങൾ അടുത്തു നിന്നും അകലെ നിന്നും നോക്കിക്കാണുന്ന ആളാണ്. അടുത്ത മാത്രമല്ല, കേരളത്തിലെ പല ഭാഗങ്ങളിലും പല വ്യക്തികളിലൂടെ, കുടുംബങ്ങളിലൂടെ, സംവിധാനങ്ങളിലൂടെ അദ്ദേഹം കടന്നു പോകുന്നുണ്ട്. വലിയൊരു അഭിമാനം തോന്നി. കാരണം ഒരു റിട്ടയർമെന്റ് പീരീഡിലുള്ള അല്ലെങ്കിൽ ആ ഒരു ഏജിലുള്ള ഒരാൾ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഭിന്നശേഷിക്കാരായ ആളുകളെ അടക്കം ചേർത്ത് പിടിക്കാനും അവർക്കൊക്കെ ഒരു ഇടം അഥവാ ഒരു തണലൊരുക്കി കൊടുക്കാനൊക്കെ വേണ്ടി ഓടി നടക്കുക എന്ന് പറയുമ്പോൾ അത് വലിയൊരു മാതൃകയാണ്. ഞാൻ കൂടുതലായിട്ട് ഒരു വ്യക്തിയെ പുകഴ്ത്തി പറയുക എന്നതല്ല. അതേപോലെ തന്നെ കുട്ടിച്ചൻ സാറ് നിർവഹിക്കുന്നതും വലിയൊരു ദൗത്യമാണ്. എൻ്റെ മക്കളോടൊക്കെ, ക്ലാസ്സിലുള്ള കുട്ടികളോടൊക്കെ ഞാൻ പലപ്പോഴും പറയാറുണ്ട്, നിങ്ങൾ ആ തൊണ്ടിയിൽ ഒന്നും വേണ്ട, പ്രഭാതത്തിലൊന്ന് ആ തൊണ്ടി സ്കൂൾ ഗ്രൗണ്ടിന്റെ പരിസരത്തൂടെ ഒന്ന് അതിന്റെ ഓരം ചേർന്നൊന്ന് നടന്നു പോയാൽ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഒന്ന് ആവണം, ചെയ്യണം എന്നൊക്കെ തോന്നും. ഇതായിരുന്നാലും വലിയ ഒരു ആദരവോടുകൂടെ ഞാൻ നോക്കിക്കാണുന്ന അദ്ദേഹം അടക്കമുള്ള ആളുകൾ ഇവിടെ ഉണ്ട്. ഒന്നാമതായിട്ട് സമയം കുറച്ച് വൈകിയിട്ടുണ്ട്. മാത്രമല്ല, ഇതിങ്ങനെ മസിൽ പിടിച്ചിരുന്ന അല്ലെങ്കിൽ ഒരു ഒഫീഷ്യൽ ആയിട്ടുള്ള രീതിയിൽ ഇങ്ങനെ ഒരു ഔദ്യോഗിക ചടങ്ങായിട്ട് കുറച്ച് നീണ്ടു പോകുന്നതിൽ അത് ഭംഗിയല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഏതാനും നിമിഷങ്ങൾക്കകം എൻ്റെ സംസാരം ഞാൻ അവസാനിപ്പിക്കും. അടുത്തതായി നിങ്ങളൊക്കെ പ്രതീക്ഷിക്കുന്ന ഗാനവിരുന്നിലേക്ക്, അതേപോലെ തന്നെ ഹൃദ്യമായ സദ്യയിലേക്ക്, ഭക്ഷണത്തിലേക്കൊക്കെ മാറേണ്ടത്. വേറെ പല പരിപാടികളും കൂടെ നടക്കേണ്ടതുണ്ട്. ഇതായിരുന്നാലും ഒരു എൻ്റെ മനസ്സിലേക്ക് കടന്നു വരുന്നത്, അരിക്കാനെ സംബന്ധിച്ചിടത്തോളം ഇരുന്നോ ഇന്നലെ തുടങ്ങിയതല്ല, ഞാൻ വർഷങ്ങളായിട്ട് കാണുന്നതാണ്. ഓരോ പെരുന്നാൾ വരുമ്പോഴും അദ്ദേഹം പറയും നമുക്കിങ്ങനെ പോകണം, ഇങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട്. ചിലപ്പോൾ പറയും ഞാൻ നമുക്ക് പോകാമെന്ന് പറയും, അല്ലെങ്കിൽ ഞാനിങ്ങനെ ചെയ്യുന്നുണ്ടെന്ന് പറയും. അഥവാ അവനവന്റെ വീട്ടിൽ, തൻ്റെ വീട്ടിലെ കുടുംബാംഗങ്ങളൊക്കെ ഒത്തുകൂടുന്ന പെരുന്നാൾ അത് മാത്രം പോരാ. ഈ സ്ഥാപനത്തിലെ, അതേപോലെ തന്നെ പല സ്ഥലങ്ങളിലുള്ള സ്ഥാപനങ്ങളിലുള്ള വ്യക്തികളും അതിൽ സന്തോഷിക്കണം. അവർക്കും ആ നാള് സന്തോഷദായകമാകണം എന്ന ഒരു നിർബന്ധ ബുദ്ധിയുള്ള ആളാണ്. അതിന്റെ പുറത്താണ് ഈ വർഷം വളരെ വ്യത്യസ്തമായ രീതിയിലുള്ള ഒരു പരിപാടി അദ്ദേഹത്തിന്റെ, അതേപോലെ തന്നെ അദ്ദേഹത്തിന്റെ ട്രസ്റ്റിന്റെ ഭാഗമായിട്ടുള്ള കുടുംബാംഗങ്ങളുടെയും സഹകരണത്തോടുകൂടെ, കുടുംബം എന്ന് പറയുന്ന കേരള ചാരിറ്റി ട്രസ്റ്റാണ് ഞങ്ങളുടെ കുടുംബം എന്ന് ഉദ്ദേശിക്കുന്നത്. ആ രീതിയിലാണ് അതിന്റെ പ്രവർത്തനം മുന്നോട്ട് പോകുന്നത്. അത് എല്ലാവിധ അഭിനന്ദനങ്ങളും അറിയിക്കുകയാണ്, സന്തോഷം അറിയിക്കുകയാണ്. അദ്ദേഹം ഇങ്ങനെ ഒരു പരിപാടി ഇവിടെ അദ്ദേഹത്തിന്റെയും ബന്ധപ്പെട്ടവരുടെയും നേതൃത്വത്തിൽ സംഘടിപ്പിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത്, ഒരു ചെറിയൊരു സംഭവം പറഞ്ഞാൽ തുടങ്ങുകയാണ്. അഥവാ ഒരു പെരുന്നാൾ, നേരത്തെ ഇവിടെ സാഹിബ് പറഞ്ഞു,
മതത്തിന്റെ അപ്പുറത്ത് ജീവകാരുണ്യ പ്രവർത്തനത്തിലേക്ക് നമ്മൾ ശ്രദ്ധ കൊടുക്കണമെന്ന്. എന്നാൽ അത് മതത്തിന്റെ ഭാഗമാണെന്നാണ് നമ്മൾ തിരിച്ചറിയേണ്ടത്. ഒരു പെരുന്നാൾ പ്രഭാതത്തിലെ പ്രവാചകൻ വഴിയിലൂടെ ഇങ്ങനെ പോവാൻ, മദീന തെരുവിലൂടെ ഇങ്ങനെ പോകുമ്പോ ഒരു പൊന്നുമോൻ ഇങ്ങനെ കരയാണ്. ചോദിച്ചു, എന്തേ മോനെ നീ കരയുന്നു? അപ്പോൾ പറഞ്ഞു, അഥവാ മുഷിഞ്ഞ വസ്ത്രമാണ്, പാറിപ്പറക്കുന്ന തലമുടിയാണ്, കുളിച്ചിട്ടില്ല, അലക്കിയിട്ടില്ല, അങ്ങനെ ആ ഒരു രൂപത്തിൽ കാണുമ്പോ എന്തേ നീ കരയുന്നത്? അപ്പോൾ പറഞ്ഞു, എനിക്ക് ആരുമില്ല. എന്നെ കൂട്ടിക്കൊണ്ടുപോയി കുളിപ്പിച്ചു, പുതുവസ്ത്രം അണിയിച്ചു, നല്ല ഭക്ഷണം കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, നീ ഇന്നു മുതൽ അനാഥനല്ല, സനാഥനാണ്. നിന്റെ പിതാവ് മുഹമ്മദാണ്, അഥവാ ഞാനാണ്. നിന്റെ മാതാവ് എന്റെ ഭാര്യ ആയിഷയാണ്. വലിയ പാഠമുണ്ട് നമുക്ക്. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇത്തരം സന്ദർഭങ്ങൾ എല്ലാവരുടെയും പെരുന്നാൾ ആവണമെന്നുള്ള ആ ഒരു വിശാല മനസ്സ് ഞാൻ എത്ര പറഞ്ഞാലും പൂഴ്ത്തിയാലും മതിയാവാത്ത ഒരു, കാരണം ഇതൊരു ഒറ്റപ്പെട്ട സംഭവം അല്ലാത്തത് കൊണ്ടാണ്, പല വർഷങ്ങളായി ഞാൻ കാണുന്ന ഒരു കാര്യമായതുകൊണ്ടാണ് കുറച്ച് വിശാലമായിട്ട് പറഞ്ഞത്. അതുകൊണ്ട് നമ്മുടെ ചെറിയൊരു സമയം ഈ ഒരു നമ്മൾ ആരാവണമെന്ന് നേരത്തെ പറഞ്ഞല്ലോ, നമ്മുടെ ജീവിതത്തിൽ ചില മാറ്റങ്ങൾ, നമ്മുടേതായ ഒരു, അഥവാ കറണ്ട് ബില്ല് അടക്കണം, ഗ്യാസ് തീരാറായിട്ടുണ്ട്, മൊബൈൽ റീചാർജ് ചെയ്യണം, അല്ലെങ്കിൽ അതിന്റെ കറണ്ട് കുത്തിയിടണം, ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളിൽ മാത്രം നമ്മൾ കുരുങ്ങി കിടക്കുന്നതിനപ്പുറത്ത് നമുക്ക് മറ്റുള്ളവരിലേക്ക് നമ്മുടെ അകക്കണ്ണ് തുറന്നു വെക്കാൻ നമുക്ക് കഴിയേണ്ടതുണ്ട്. ഒരു അന്ധനായ ശിഷ്യൻ തന്റെ ഗുരുവിനോട് ചോദിക്കുന്നുണ്ട്, ഗുരുവോ, അന്ധതയേക്കാൾ വലിയ ദുരന്തം വേറെ എന്തെങ്കിലും ഉണ്ടോ? അപ്പൊ ഗുരു പറയുന്നുണ്ട്, ഉണ്ട്, അത് അകക്കണ്ണ് നഷ്ടപ്പെടലാണ്. നേരത്തെ ഇവിടെ സൂചിപ്പിച്ചല്ലോ, വലിയ വലിയ വീടുകൾ കെട്ടി വീടൊക്കെ മതിലിന്റെ ഉള്ളിലാക്കി സംസാരമൊക്കെ മൊബൈലിനുള്ളിലൂടെ ആക്കുമ്പോ ഒരുപക്ഷെ തൊട്ടടുത്തുള്ള അയൽവാസിയുടെ വീട്ടിൽ എന്ത് സംഭവിക്കുന്നു എന്ന് അറിയണമെങ്കിൽ ഗൾഫിൽ നിന്ന് ആരെങ്കിലും വിളിക്കേണ്ട അവസ്ഥയിലേക്ക് നമ്മൾ മാറിയിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ മറ്റുള്ളവരിലേക്ക് അകക്കണ്ണ് തുറന്നു വെക്കാൻ നമുക്ക് കഴിയുക എന്നതാണ്. കാരണം ഇവിടെ ഇരിക്കുന്ന സഹോദരങ്ങളോട്, സഹോദരിമാരോട് എന്താണ് പറയേണ്ടത്? പക്ഷെ അവരോട് എനിക്ക് പറയാനുണ്ട്, വലിയ ഭാഗ്യം. മണ്ണിനടിയിലേക്ക് പോകുമ്പോ, ഈ ലോകത്ത് നിന്ന് വിട പറയുമ്പോ, അല്ലെങ്കിൽ പിൽക്കാലത്ത് നമ്മൾ ഓർക്കപ്പെടുമ്പോ, നമ്മുടെ പേരിനപ്പുറത്ത്, ജനന മരണ തീയതികൾക്കപ്പുറത്ത് ഓർക്കപ്പെടാനുള്ള എന്തെങ്കിലും ഒരു അടയാളപ്പെടുത്തലുകൾ നമ്മുടെ ഭാഗത്ത് നിന്നുണ്ടാവണം. അത് ഏറ്റവും നല്ല ഒരു വഴിയാണ് മറ്റുള്ളവരിലേക്ക് അകക്കണ്ണ് തുറന്നു വെക്കുക എന്നത്. ഇത് ചെറിയ കാര്യമല്ല. മാത്രമല്ല, നേരത്തെ ഇവിടെ പറഞ്ഞതുപോലെ, നേരത്തെ അബ്ദുസമദ് സാഹിബ് ഇവിടെ പറഞ്ഞത് വലിയൊരു സന്ദേശമാണ്. അഥവാ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ ഒരാളെ സഹായിക്കാൻ വേണ്ടി തയ്യാറാകുമ്പോ ആ സഹായം സ്വീകരിക്കുന്ന അയാളുടെ ഡിഗ്നിറ്റി എന്ന് പറയുന്നത് വളരെ വലുതാണ്. അവരുടെ ആത്മാഭിമാനം എന്ന് പറയുന്നത് വളരെ വലുതാണ്. ആ ആത്മാഭിമാനത്തെ റെസ്പെക്ട് ചെയ്യാൻ നമുക്ക് കഴിയേണ്ടത്. അഭിമാനം, കുപ്പയിൽ കിടക്കുന്നവർക്കും മാളികയിൽ കിടക്കുന്നവർക്കും അഭിമാനം ഒരുപോലെയാണ്. അവരുടെ ആ ഒരു അഭിമാനത്തെ അതിന് ക്ഷതമേൽക്കാത്ത രീതിയിൽ, നമ്മളെ അഡ്രസ് ചെയ്യിക്കാത്ത രീതിയിൽ പലപ്പോഴും പല പരിപാടികളും മറ്റുള്ളവരുടെ ലൈക്കും കമന്റും അതിനെ ആശ്രയിച്ചാണ് നമ്മുടെ മുന്നോട്ടുള്ള, നമ്മളതിനെ ഏറലാവുക, അല്ലെങ്കിൽ അതിന്റെ ഹാങ് ഓവറിൽ എങ്ങനെ പോവുകയാണ്. അങ്ങനെയല്ല. ഇതൊക്കെ നമ്മുടെ ഒരു ബാധ്യതയാണ്, നമ്മുടെ ഉത്തരവാദിത്തമാണ്, നമുക്ക് കിട്ടിയ ഒരു സൗഭാഗ്യമാണ് എന്ന നിലക്കാണ് നമ്മൾ മറ്റുള്ള ആളുകളെ ചെറുത്ത് പിടിക്കേണ്ടതും. അതുപോലെ സ്ഥാപനങ്ങളാവട്ടെ, വ്യക്തികളാവട്ടെ, അവർക്ക് നമ്മൾ ചെയ്യുന്ന സഹായങ്ങൾ ഒന്നും തന്നെ അത് മറ്റുള്ളവരുടെ പുകഴ്ത്തി പറയുന്നതിന് വിധേയമാവണം, അല്ലെങ്കിൽ അവരുടെ അംഗീകാരങ്ങൾ ലൈക്കും കമന്റും പ്രതീക്ഷിച്ചുകൊണ്ട് നമ്മൾ ഒന്നും ചെയ്യാൻ പാടില്ല. അതിന് റിസൾട്ട് ഉണ്ടാവില്ല, അത് നിലനിൽപ്പുണ്ടാവുകയും. ആളുകൾ അഭിനന്ദിക്കുന്ന കാലത്ത് നല്ല കാര്യങ്ങൾ ചെയ്യും, അല്ലാത്ത അത് കഴിഞ്ഞാൽ പിന്നെ അത് വിട്ട് അങ്ങനെയല്ല. ആളുകൾ വിമർശിക്കുമ്പോൾ പിന്നെ പ്രവൃത്തി നിർത്തി പോകുന്നതാണ് പലപ്പോഴും നമ്മൾ കാണുന്നത്. നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മളൊരു സഭയ്ക്കായിട്ട് അതൊരു ഡെഡിക്കേഷൻ എന്ന് പറയുന്നത് വളരെ പ്രധാനമാണ്. ഒരു സമർപ്പിത മനസ്സോടുകൂടെ ഇതുപോലുള്ള കാര്യങ്ങളുടെ പിന്നാലെ പോകുന്നവർക്ക് മാത്രമേ റിസൾട്ട് ഉണ്ടാക്കാൻ പറ്റുള്ളൂ എന്നുള്ള സത്യമാണ്. അതുകൊണ്ട് മറ്റുള്ളവരുടെ നാവായി, മറ്റുള്ളവരുടെ നോവ് നമ്മുടെ നോവാവുക, നാവില്ലാത്തവന്റെ നാവാവുക, ശബ്ദമില്ലാത്തവന്റെ ശബ്ദമാവുക എന്നത് വളരെ പ്രധാനമാണ്. നോവുകൊണ്ടുറങ്ങും മനുഷ്യ ജന്മങ്ങൾക്ക് നാവായി നമുക്കിന്നു ചേർന്നു നിൽക്കാം. നോവുകൊണ്ടുറങ്ങും
മനുഷ്യജന്മങ്ങൾക്ക് നാവായി നമുക്കിന്നു ചേർന്നു നിൽക്കാം. വേവുന്ന ഹൃദയം കലക്കിയ കണ്ണുകൾ തൂവുന്ന ഇടനീർ തുടച്ചു മാറ്റാം. വേവുന്ന സൗഭാഗ്യമുണ്ടാവട്ടെ, അതിനുള്ള മനസ്സുണ്ടാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ഇതിലേക്ക് സംസാരിക്കാനുള്ള എല്ലാവരെയും ശ്രമിച്ച എല്ലാവർക്കും നന്ദിയും കടപ്പാടും അറിയിച്ചുകൊണ്ട് എല്ലാവരെയോടും ഞാൻ ഇവിടെ ചോദിക്കുന്നു. നമുക്ക് ഉൾക്കൊള്ളാൻ വേണ്ടിയാണ്. പിന്നെ നിങ്ങളൊക്കെ ഇവിടെ കാണാൻ കഴിഞ്ഞതിലും ഇവിടെ വരാൻ സാധിച്ചതിലും ദൈവത്തിന് സ്തുതിക്കാണ്. കാരണം ഇവിടെ എത്തുന്നൊരു പ്രതീക്ഷയില്ലായിരുന്നു. ഇന്ന് രാവിലെ 5-5:30 മണിക്ക് വയനാട്ടിലായിരുന്നു, അതും കാട്ടിനുള്ളിലെ റിസോർട്ടിൽ. ഇങ്ങോട്ട് പോരാൻ വേണ്ടി വണ്ടി കിട്ടില്ല. ഒരു ചെറിയ റോഡ് വഴി ഇങ്ങനെ നടന്നു വന്നപ്പോഴേ ഒരു മോട്ടോർ സൈക്കിളായിട്ട് വന്ന് നിർത്തി. എന്നോട് ഇതിലൂടെ ഇങ്ങനെ നടക്കാൻ പാടില്ല, ഇവിടെ വന്യജീവികളൊക്കെ ഉണ്ടാവും. അപ്പോൾ അദ്ദേഹത്തിനോട് എനിക്ക് എവിടേക്ക് എത്തിക്കേണ്ടിരുന്നത്. ഞാൻ പറഞ്ഞിട്ട് മാനന്തവാടിക്ക് ബസ് കിട്ടുന്നുണ്ട്, എവിടെയെങ്കിലും എനിക്കൊന്നും പരിചയമില്ല. അങ്ങനെ അദ്ദേഹത്തിൻ്റെ ബൈക്കിൽ മാനന്തവാടി ബസ് കിട്ടുന്ന ഒരു സ്ഥലത്ത് എന്നെ ഡ്രോപ്പ് ചെയ്തു. അപ്പം ഞാൻ ഒരുപാട് നന്ദി ദൈവത്തിനോട് പറഞ്ഞു. അപ്പം നമ്മൾ ചെയ്യുന്ന അല്ലെങ്കിൽ ഇതുപോലെ ഒരുപാട് നന്മ ചെയ്യുന്ന മനുഷ്യർ നമ്മുടെ ലോകത്തുണ്ട്. നമുക്ക് തോന്നുന്നു നമ്മൾക്ക് എന്തെങ്കിലും കൊടുക്കുകയാണ് ചെയ്യാമെങ്കിൽ അതാണ് നന്മ, അതല്ല നന്മ. അപ്പോൾ ഞാനിന്ന് അനുഭവിച്ചൊരു നന്മയാണത്. ആ വ്യക്തി എനിക്ക് അറിവുകൂടില്ല. കാരണം എന്നെ മാനന്തവാടിക്കുള്ള ബസ്സിന് കയറ്റിയത്. അത് കഴിഞ്ഞ് ഞാൻ നേരെ ഇവിടെ വന്നു. കാരണം അലിഖാൻ്റെ പല പരിപാടിയിലും പങ്കെടുക്കലുണ്ട്. അലിഖാനെ ഞാൻ പരിചയപ്പെടുന്നത് നമുക്കറിയാം. നമ്മൾക്ക് ഇന്ന് ദൈവത്തെ സ്തുതിച്ചാൽ മതിയാവില്ല. അതിൻ്റെ അപ്പുറത്തേക്ക് ഒരുപാട് പ്രയാസം അനുഭവിക്കുന്ന മനുഷ്യർ നമ്മുടെ നാട്ടിലുണ്ട്, അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലുണ്ടാവും. കാഴ്ചയില്ലാത്തവർ, സ്പൈനൽ ഇഞ്ചറി സംഭവിച്ചിട്ട് ചലിക്കാൻ പറ്റാത്തവർ, വീടിൻ്റെ 4 ചുമരുകൾക്കുള്ളിൽ ഒതുങ്ങി കഴിയുന്ന ഒരുപാട് പേര് നമ്മുടെ നാട്ടിലും നമ്മുടെ വീട്ടിലും നമ്മുടെ അയൽപ്പക്കത്തൊക്കെ ഉണ്ടാവും. അവരുമായിട്ട് ഞാൻ നടപ്പക്കാരാണ്. അവരുമായിട്ട് ഞാൻ ഇടയ്ക്കിടയ്ക്ക് കണ്ണൂരിൽ വരും. കണ്ണൂർ വിസ്മയ പാർക്കിലേക്ക് ടൂർ വരും. കാരണം അവരും ഈ ലോകം കാണേണ്ടതാണ്. നമുക്കൊക്കെ എന്താ കാണാൻ സ്ഥലമല്ല, അന്വേഷിച്ചുകൊണ്ട് എടുക്കാം. അപ്പോൾ അവരിൽ തന്നെ ഈ ലോകം കാണിക്കുക എന്നുള്ള ഒരു ലക്ഷ്യത്തോട് കൂടിയിട്ട് കണ്ണൂരിൽ വരുമ്പോൾ എനിക്ക് ഏക ആശ്രയം നമ്മുടെ അലിക്കാണ്. കാരണം അവരെ നല്ല രീതിയിൽ ബുദ്ധിമുട്ടൊന്നും കൂടാതെ ഇവിടെ കൊടുന്ന് വിസ്മയ പാർക്കിലെ എല്ലാ കാര്യങ്ങളും എല്ലാ റൈഡുകളും അവരെ കൊണ്ട് ചെയ്യിപ്പിച്ച് തിരിച്ചു കൊണ്ടുപോകുമ്പോൾ വൈകുന്നേരമായിട്ടുണ്ടാവും. പിന്നെ ഈ 50 പേരെ തന്നെ വരാം ഒരു ബസ്സിനാളായിട്ട്. 50ഓളം വരുന്ന കാഴ്ചയില്ലാത്ത ആളുകളുമായിട്ടാണ് വരാം. അപ്പോൾ അവർക്ക് കണ്ണൂരിലെ ഏറ്റവും വലിയ ഗുണപരമായ ഹോട്ടലിൽ വെച്ചിട്ട് നല്ല തലശ്ശേരി ബിരിയാണി വാങ്ങിച്ചു തന്ന വ്യക്തിയാണ് നമ്മുടെ അലിക്ക. അപ്പോൾ അദ്ദേഹം ഇങ്ങോട്ട് വിളിച്ചാൽ എനിക്ക് വരാതിരിക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഇത്രയും പ്രയാസം സഹിച്ചിട്ടും അദ്ദേഹം ക്ഷണിച്ചത് കൊണ്ടും മാത്രമല്ല നിങ്ങളൊക്കെ കാണാൻ വേണ്ടിയിട്ടും ഇവിടെ എത്തിയത്. ഇനിയിപ്പോൾ കൂടുതലൊന്നും പറയാനില്ല. സ്നേഹം അത് നമ്മൾ പരസ്പരം അങ്ങോട്ടേക്കൊക്കെ നിലനിർത്തണം. മനുഷ്യനെ സ്നേഹിക്കണം. നമ്മളൊക്കെ പണ്ട് കേട്ട് പാടി മറന്ന ഒരു ഗാനമുണ്ട്. മനുഷ്യനെ സ്നേഹിച്ചു നോക്ക്, മനസ്സിനകത്തൊരു പള്ളിയുണ്ടാക്ക്. മനുഷ്യനെ സ്നേഹിച്ചു നോക്ക്, മനസ്സിനകത്തൊരു പള്ളിയുണ്ടാക്ക്. അതിലേത് ജാതിക്കും കേറാമെന്നാക്ക്. അതിവേഗം നിസ്കാര പായാതിരിക്ക്. പടപ്പ് പാടപ്പോട് തിരിച്ചോടി പഠിച്ചോണ്ട് ഒരുപാട് പാട്ടുകൾ നമുക്കിവിടെ കേൾക്കാണ്ട്. അതുപോലെ നമ്മുടെ സലീഷ ഇവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ അവരുടെയൊക്കെ പാട്ടുകൾ നമുക്ക് കേൾക്കണം. ഇനി അടുത്ത സെഷനായി നമുക്ക് ആദരവ് ചടങ്ങുണ്ട്. അതുകൂടി കഴിഞ്ഞാൽ നമ്മുടെ ഭക്ഷണം കഴിക്കണം. നമുക്ക് ഒരുപാട് പാട്ട് കേൾക്കണം. പാട്ട് പാടാൻ കഴിയുന്ന സ്നേഹസംഗമം 2025 എന്ന ഒരു വലിയൊരു പ്രോഗ്രാം ഇന്ന് നമ്മളിവിടെ സംഘടിപ്പിച്ചത് എയർ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ നേതൃത്വത്തിൽ അലികയും അദ്ദേഹത്തിന്റെ ടീമുകളൂടെയാണ്. അപ്പോൾ ആശംസയും നന്ദിയും പറയുന്ന കർത്തവ്യമാണ് എനിക്ക് നിഷിദ്ധമായിരിക്കുന്നത്. അപ്പോൾ വലിയൊരു മാതൃകയാണ് അലികയുടെ നേതൃത്വത്തിലുള്ള ടീമുകൾ ഇന്ന് നമ്മുടെ ഈ ഭവനത്തിൽ. അതുപോലെ ഇവിടെ ചെയ്യുന്നത് പോലെ തന്നെ കുറേ കാര്യങ്ങളായിട്ട് അലീക അവരുടെ നേതൃത്വത്തിലുള്ള ടീമും ഒത്തിരി സ്ഥലങ്ങളിലുള്ള ശുശ്രൂഷകളൊക്കെ ചെയ്യുന്നതായിട്ട് എനിക്ക് പലപ്പോഴും വാട്സപ്പിലൊക്കെ ഇട്ട് തന്നിട്ടുണ്ട്. അപ്പം
അദ്ദേഹത്തിന്റെ ഈ പ്രായം എനിക്ക് തോന്നുന്നു ഒരു 70 വയസ്സ് ഏകദേശമായി കാണും. എന്നാലും നമ്മളിപ്പോൾ ചെറുപ്പക്കാരെ പോലെ ഊർജ്ജസ്വലനായിട്ട് 8 ദിവസമായിട്ട് ഇതിന്റെ കാര്യങ്ങളൊക്കെ ഓടി നടക്കുവാണ്. അതിന് വലിയൊരു എന്താ പറയാ, വലിയൊരു കൈ കൊടുക്കണം അല്ലേ? എല്ലാവരും കൈയടിച്ച്. അതുപോലെ അദ്ദേഹത്തിന്റെ ടീമംഗങ്ങൾ, എനിക്ക് പേരെല്ലാവരും അറിയില്ല, എന്നാലും അവരെയൊക്കെ പ്രത്യേക ഈ നിമിഷം ഞങ്ങൾ ചേർത്ത് പിടിക്കുന്നു. നമ്മുടെ കൃപാവനിലെ നമ്മുടെ സ്റ്റാഫ് മക്കളെല്ലാം പ്രത്യേകിച്ച് ഇവരെ സ്നേഹത്തോടെ ഓർക്കുന്നു. അതുപോലെ ഇദ്ദേഹത്തിന്റെ ടീമംഗങ്ങളുടെ എല്ലാ നന്മകൾക്കും ശുശ്രൂഷകൾക്കൊക്കെ പ്രത്യേക ആശംസ അറിയിക്കുന്നു. അതുപോലെ തന്നെ നമ്മുടെ സ്വാഗതം ആശംസിച്ച് അറിയിക്കാൻ ഒരിക്കൽ കൂടി നമ്മുടെ ഈ സ്ഥാപനത്തിന്റെ പേരിലും നമ്മുടെ ഇവരുടെ മക്കളുടെ പേരിലും നന്ദി അറിയിക്കുന്നു. രണ്ടാമതായി നമ്മുടെ ഈ പ്രോഗ്രാമിന് അധ്യക്ഷപദം അലങ്കരിച്ചത് നമ്മുടെ നൂർദീനാണ്. നമ്മുടെ വാർഡ് മെമ്പറാണ്. നമ്മുടെ ഈ വാർഡിലെല്ലാം പേരാർ പഞ്ചായത്ത് വാർഡ് മെമ്പറാണ്. അദ്ദേഹത്തിന് എല്ലാവിധ നന്ദിയും കടപ്പാടും അറിയിക്കുന്നു. അതുപോലെ ഈ സ്നേഹസംഗമം 2025 ഉദ്ഘാടനം ചെയ്തത് നമ്മുടെ പേരാർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബഹുമാന്യനായ PP വേണുഗോപാൽ സാറാണ്. അദ്ദേഹത്തെ ഈ നിമിഷം നന്ദി അറിയിക്കുന്നു. അതുപോലെ ഈ പരിപാടിയിൽ മുഖ്യ അതിഥിയായിട്ട് ഇന്നത്തെ ദിവസം നമ്മുടെ ഈ ഭവനത്തിലേക്ക് കടന്നു വന്ന ബഹുമാനപ്പെട്ട നർഗീസ് സ്പീകം, അവരൊത്തിരി ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്ന ഒരു വ്യക്തിയാണ്. ഞാൻ ആദ്യമായിട്ടാണ് അവരെ പരിചയപ്പെടുകയും കാണുകയും ചെയ്തത്. അവരുടെ സേവനങ്ങളെ പറ്റിയൊക്കെ എനിക്ക് പറഞ്ഞിരുന്നു. അപ്പൊ അവരെ പ്രത്യേകിച്ച് ഈ നിമിഷം നന്ദിയോടെ ഓർക്കുന്നു. അതുപോലെ തന്നെ ഇന്നത്തെ പരിപാടിയിൽ മുഖ്യ അതിഥിയായിട്ട് നമ്മുടെ വിഭാഗത്തിലേക്ക് എത്തിച്ചേർന്ന ബഹുമാന്യപ്പെട്ട MC കുട്ടിച്ചൻ സാർ, അദ്ദേഹം MFAയുടെ ചെയർമാനാണ്. നമ്മുടെ ഈ ഭാഗത്തിന് ആദ്യമായിട്ടാണ് കടന്നത്. നമ്മുടെ നാട്ടുകാരനാണ്. നമ്മൾ ഇതുവരെ നേരിട്ട് സംസാരിച്ചിട്ടൊന്നും ഇല്ലെന്ന് തോന്നുന്നു. എന്നാലും വളരെ സ്നേഹത്തോടെ ലീഗൽ വിളിച്ചപ്പോൾ നമ്മുടെ ഈ ഭാഗത്തിലേക്ക് സ്നേഹത്തോടെ കടന്നു വരികയും ചെയ്ത ബഹുമാനപ്പെട്ട കുട്ടി സാറിന് സ്നേഹത്തോടെ നന്ദി അറിയിക്കുന്നു. ഇന്നത്തെ മോട്ടിവേഷൻ ക്ലാസ് നിർവഹിച്ച നമ്മുടെ മൂസ മൗലവി പേരാർ ജുമാ മസ്ജിദ്, അദ്ദേഹത്തെ പ്രത്യേകം സ്നേഹത്തോടെ ഓർത്ത് നന്ദി അറിയിക്കുന്നു. തന്നെ വളരെ മനോഹരമായ ക്ലാസ്സുകൾ നമുക്ക് നൽകി നമ്മുടെ ഈ ഭാഗത്തെ അതുപോലെ നമ്മുടെ മക്കളെ എല്ലാം ധന്യമാക്കിയ അദ്ദേഹത്തിന് പ്രത്യേകം നന്ദി അറിയിക്കുന്നു. അതുപോലെ നമ്മുടെ ഇവിടെ ആശംസകൾ അർപ്പിച്ച ഡോക്ടർ സദാനന്ദ് സാർ, അദ്ദേഹം പല പ്രാവശ്യം നമ്മുടെ ഇവിടെ ഭവനത്തിലൊക്കെ കടന്നു വന്നിട്ടുണ്ട്. നമ്മുടെ ഇവിടെ മക്കളെ പരിശോധിക്കാനോ ശുശ്രൂഷിക്കാനൊക്കെ ആയിട്ട് അദ്ദേഹം ഒരു പ്രാവശ്യം എന്നോട് പറഞ്ഞിരുന്നു, ഇവിടെ വന്നു കഴിഞ്ഞാൽ വളരെയധികം വിഷമമാണ്, എനിക്ക് ഉറങ്ങാൻ സാധിക്കാമെന്ന് ഒരു പ്രാവശ്യം എന്നോട് പറഞ്ഞിരുന്നു. എന്നാലും അദ്ദേഹത്തിന്റെ ലീഗയുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ വന്ന സദാനന്ദ് സാറിന് പ്രത്യേക നന്ദി അറിയിക്കുന്നു. അതുപോലെ തന്നെ രഞ്ജിത് മാർക്കറ്റി പിന്നെ അവരുടെ ഇന്റർനാഷണൽ അത്ലറ്റിക്സ് ചാമ്പ്യൻഷിപ്പ് മെഡൽ നേതാവാണ്. ഈ നിമിഷം അദ്ദേഹം നമ്മുടെ നാട്ടുകാരനാണ്. പ്രത്യേകം നന്ദിയും കടപ്പാടും അറിയിക്കുന്നു. അതുപോലെ തന്നെ അബ്ദുൾ സമദ് ജീവകാരുണ്യ പ്രവർത്തന മേഖലയിൽ പ്രവർത്തിക്കുന്ന ആളാണ്. അദ്ദേഹത്തെ ഞാൻ ഇപ്പോൾ ആദ്യമായിട്ടാണ് കാണുന്നത്. എന്നാൽ അദ്ദേഹത്തെ പ്രത്യേകം നന്ദിയും കടപ്പാടും അറിയിക്കുന്നു. അതുപോലെ തന്നെ ജീവകാരുണ്യ പ്രവർത്തന മേഖലയിൽ പ്രവർത്തിക്കുന്ന സൈഡും ലാബിദിൻ എന്ന അവരുടെ പ്രത്യേകം നന്ദി അറിയിക്കുന്നു. മലയാളികളുടെ പ്രിയപ്പെട്ട കരങ്കലർ എന്നറിയപ്പെടുന്ന കൃഷ്ണ ആനന്ദ് ഇന്ന് ഇവിടെ എത്തിച്ചേരാന്ന് പറഞ്ഞിട്ടുണ്ട്. അവര് ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. അപ്പൊ പ്രത്യേകം ഇന്ന് പരിപാടിയിൽ കടന്നു വന്ന് ജിഷ്ണയ്ക്കും അദ്ദേഹത്തിന്റെ അച്ഛന് പ്രത്യേക നന്ദിയും കടപ്പാട് അറിയിക്കുന്നു. അതുപോലെ തന്നെ നമ്മുടെ ഇന്നത്തെ ഈ പരിപാടിയിൽ ഒത്തിരി പേരുടെ ത്യാഗവും കഷ്ടപ്പാടും ഒക്കെയാണ് ഇന്നത്തെ ഈ പ്രോഗ്രാം വളരെ മനോഹരമായി വിജയിക്കാൻ കാരണം. അപ്പോൾ അതുപോലെ തന്നെ കേരള ട്രസ്റ്റിന്റെ ഒത്തിരി അലിഗയുടെ നേതൃത്വത്തിൽ ഒത്തിരി പാടുപെട്ടിട്ടുണ്ടെന്ന് എനിക്കറിയാം. അപ്പൊ അവരെയൊക്കെ ഈ നിമിഷം മൊത്തത്തിൽ സ്നേഹത്തോടെ നന്ദിയോടെ ഓർക്കുന്നു. അതുപോലെ തന്നെ നമ്മുടെ ഇവിടെ ഇന്ന് പ്രോഗ്രാം പിന്നെ അവതരിപ്പിക്കാൻ ഇവർക്ക് നല്ലൊരു കലാവിരുന്ന് നൽകാനായിട്ട് ഇത് നമ്മുടെ ഇവിടെ കടന്നു വന്നിരുന്ന കുറെ യുവ സുഹൃത്തുക്കളുണ്ട്. നമ്മുടെ സ്വാഗതം ചെയ്യുന്നു. കാരണം
അതുപോലെ തന്നെ നമ്മുടെ ഇവിടെ സ്റ്റാഫ് അതുപോലെ കുറെ ദിവസങ്ങളായിട്ട് നമ്മുടെ മക്കളെ ഒത്തിരി കഷ്ടപ്പെടുന്നുണ്ട്. അവരെ നമ്മുടെ സ്റ്റാഫിന്റെ പ്രത്യേക അഭിനന്ദനം അറിയിക്കുന്നു. അതുപോലെ എന്റെ മക്കളാണ് എന്റെ ചങ്ക്. അവരാണ് ശരിക്കും ഇന്നത്തെ പ്രോഗ്രാമില് കൂടുതൽ രാവും പകലും ഒത്തിരി സ്റ്റാഫിന്റെ കൂടെ കിടന്ന് കഷ്ടപ്പെട്ടു. അവരോട് എനിക്ക് നന്ദി പറയാൻ വാക്കില്ല. കാരണം അവരെന്റെ കൂടെ ചേർന്ന് നിൽക്കുന്നതുകൊണ്ടാണ് നമ്മുടെ ഈ ഭവൻ ഇത്രയും മനോഹരമായിട്ട് നിൽക്കുന്നത്. അതുകൊണ്ട് എന്റെ എല്ലാ മക്കൾക്കും പ്രത്യേകം നന്ദി കടപ്പാട് അറിയിക്കുന്നു. ഇനി ആരെങ്കിലും പേര് വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അവരോടെല്ലാം എന്റെ നന്ദി കടപ്പാട് അറിയിച്ചുകൊണ്ട് നന്ദി, നമസ്കാരം. വർഷക്കാല പേരാൽ ഗ്രാമപഞ്ചായത്തിനെ ഏറ്റവും മികച്ച രീതിയിൽ കൊണ്ടുപോകാൻ സാധിച്ച ഈ പരിപാടി ഉദ്ഘാടനം ചെയ്ത ഏറെ ബഹുമാനിയായ പേരാൽ ഗ്രാമപഞ്ചായത്തിന്റെ പ്രസിഡന്റ് വേണുഗോപാൽ അവർക്ക് സ്നേഹാദരം നൽകുന്നതിന് വേണ്ടി ഈ ട്രസ്റ്റിന്റെ ചെയർമാൻ PP അലി അവരുടെ ക്ഷണിക്കും. നമുക്ക് നല്ലൊരു മോട്ടിവേഷൻ ക്ലാസ് തന്ന പ്രിയപ്പെട്ട പേരാവൂർ മഹലിന്റെ മൂസ അവർക്ക് സ്നേഹാദരം നൽകുന്നതിന് വേണ്ടി ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ പ്രിയപ്പെട്ട പേരാവൂർ ഗ്രാമപഞ്ചായത്തിന്റെ പ്രസിഡന്റ് PP അവർ പേരാവൂരിന്റെ പേരും പേരുകയും ലോകത്തെമ്പാടും എത്തിച്ച നമ്മുടെ പ്രിയപ്പെട്ട MC കുട്ടിച്ചൻ അവർക്ക് ചാരിറ്റബിൾ ട്രസ്റ്റ് നൽകുന്ന സ്നേഹാദരം നൽകുന്നതിന് വേണ്ടി ഏറെ ബഹുമാനത്തോടെ മൂസ മൗലവി അവരുടെ ക്ഷണിക്കുന്നു. നമുക്ക് പേരാവൂർ മേഖലയിലെ ജീവകാരുണ്യ പ്രവർത്തനം നടത്തുന്നതിനോടൊപ്പം തന്നെ രോഗികളോടുള്ള നല്ല ഒരു പ്രിയപ്പെട്ട ഡോക്ടർ എന്ന പേര് പ്രശസ്തി നേടിയ സദാനന്ദ ഡോക്ടർക്ക് സ്നേഹാദരം നൽകുന്നതിന് വേണ്ടി സുബി കല്ലായി കേരള ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ പ്രിയപ്പെട്ട അംഗമാണ് സുബി കല്ലായി. രഞ്ജിത്ത് മകുന്റിക്ക് സ്നേഹാദരം നൽകുന്നതിന് വേണ്ടി സുബി കല്ലായിയെ ഏറെ ബഹുമാനത്തോടെയും സ്നേഹത്തോടെയും ക്ഷണിക്കുന്നു. നമ്മുടെ ഈ സ്ഥാപനത്തിന്റെ എല്ലാമായ നിർമ്മലേച്ചിക്ക് സ്നേഹാദരം നൽകുന്നതിന് വേണ്ടി നൽകുന്നതിന് വേണ്ടി അലിഖാനെ ക്ഷണിക്കുന്നു. എന്ന സ്ഥാപനം ഏറ്റവും നല്ല രീതിയിൽ കൊണ്ടുപോകുന്ന നമ്മുടെ പ്രിയപ്പെട്ട നിർമ്മലേച്ചിയെ ഏറെ ബഹുമാനത്തോടെ സ്നേഹത്തോടെ ക്ഷണിക്കുന്നു. ഈ ഒരു ഉപഹാരം സമർപ്പിക്കുന്നതിന് വേണ്ടി പേരാവൂരിന്റെ MFA ചെയർമാൻ MC കുട്ടിച്ചൻ അവരുടെ ഏറെ ബഹുമാനത്തോടെ ക്ഷണിക്കുന്നു. ഏറെ ബഹുമാനത്തോടെ സ്നേഹത്തോടെ എത്തിയുള്ള ശ്രീ
ശ്രീകൃഷ്ണ ആനന്ദ് അവരുടെ കൈവശം നിർമ്മിച്ച ഒരു പേനയും ഒരു കൈപുസ്തകവും ഇന്ന് ഈ ഒരു വേദിയിൽ വെച്ചിട്ട് നിർമ്മല അവർക്ക് നൽകാൻ വേണ്ടിയിട്ട് ഒരു സ്നേഹാദരം ഫിനിഷ ആനന്ദനെ നൽകാൻ വേണ്ടി നമ്മുടെ കേരളത്തിലെ അലീക ചെയർമാൻ ഗായകനായ സബീർ ഷായെ ഏറെ ബഹുമാനത്തോടെ സ്നേഹത്തോടെ ക്ഷണിക്കുന്നു. ക്ഷണിക്കുന്നു. സിംഗമാണ് ഇവിടെ എത്തിയിട്ടുള്ള പുതുസിനെ ക്ഷണിക്കുന്നു. പ്രവർത്തിക്കുന്ന കേരള ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ മെമ്പർ കൂടിയായ റഹ്മാനാണ്. റഹ്മാനെ ക്ഷണിക്കുന്നു. ഫാത്തിമ സഹറ. കേരള ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ കുടുംബത്തിലെ ഒരു ഫുൾ A+ SSLC +2 വിഷയത്തിലെ ഫുൾ A+ നേടിയ മോളുണ്ട്. പഞ്ചായത്ത് പ്രസിഡന്റിനുള്ള പ്രവേശനം. ബഹുമാനത്തോടെയും സ്നേഹത്തോടെയും ക്ഷണിക്കും. ജീവകാരുണ്യ പ്രവർത്തനത്തിൽ ഒട്ടനവധി കാര്യങ്ങൾ ചെയ്യുന്നത് സൈനുൽ ആബിദീൻ ഹനീഫ തിരൂരിൽ നിന്ന് രാവിലെ മുതലേ ഇവിടെ എത്തിയിട്ടുള്ള പ്രത്യേക ഹനീഫ അജിയ അവരുടെ അഭിനന്ദിക്കുന്നു. നാസർ താമരശ്ശേരി